عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله خذ بأيدينا قلت حيلتنا أدركنا أغثنا يا رسول الله السلام عليكم يا أهل بدر رضي الله عنهم أغيثونا بغوثكم وانظرونا بنظركم أعينونا بعونكم. ത്വയ്ബ ഗാർഡൻ ബംഗ്ലഗുഡ കാർക്കട ചൊല്ല മഹത്തായ സംസ്ഥര അധീനത്തിൽ നടക്കടെ സ്വലാത്ത് മജ്ലിസും പരിശുദ്ധമായ റമദാൻ ബണ്ടേക്ക് മുന്നോളു ആ പരിശുദ്ധമായ റമദാന്റെ ಬಗ್ಗೆ മുസ്ലിം ഉമ്മത്തിക്ക് ಅದರ ശ്രേഷ്ഠತೆ ಅದರ പ്രാധാന്യത്തെ വിവരിക്കടെ ഒരു ആത്മീയമായ സദസ്സായിട്ടിക്കട് ഇത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ റമദാൻ ബണ്ടേക്ക് മുന്നലു പരിശുദ്ധമായ ശഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ റമദാന്റെ പ്രാധാന്യത്തെ ಬಗ್ಗೆ ಅದರ ಮಹತ್ವത്തെ ಬಗ್ಗೆ സ്വഹാബിങ്ങു വിശദീകരിച്ചു കൊടുത്തോണ്ടിരുന്നു. അത് ഹദീസിൽ കാണ്ട് കാന യസ്തഖ്ബിലുഹുൽ മുസ്തഫ സ്വലവാതു റബ്ബി വസലാമുഹു അലൈഹി ബിഖുത്ബത്തിൻ ജലീലത്തിൻ യദ്കുറു ഫീഹാ ബിഫളായിലിഹി വഅസ്റാരിഹി فقد حسن الحافظ الترمذي حديثا عن رسول الله صلى الله عليه وسلم جاء فيه خطبنا رسول الله صلى الله عليه وسلم في آخر يوم من شعبان. ഷഅബാന്റെ ലാസ്റ്റ് നാല് അഥവാ 4 നോമ്പായിട്ടില്ലെങ്കിൽ ഒരു നാളുക മുന്നോളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പരിശുദ്ധമായ റമദാന്റെ ಬಗ್ಗೆ ചന്തു കൊടുത്തോണ്ടിന്ത് ബയാനാക്കിയോണ്ടിന്ത് ഏതൊരു വിഷയം ಅದರ ಮಹತ್ವത്തെ ಬಗ್ಗೆ ಫಲಕ പറഞ്ഞെങ്കിൽ മാത്ര നമുക്കത് അമലെടുക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടും. ഏതുപോലെ ചെന്നെങ്കിൽ ബിരിയാണി ഞങ്ങൾ ഹിരിയാൽമാരല്ല പെറുത്ത് തെച്ചിറ അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിരിയാണി ചൊല്ലുമ്പോ അതും ദമ്മു ബിരിയാണി ഉണ്ടാവുമ്പോ പിന്നെ യാറ നമുക്ക് ഒരു ആവേശ അത് തിന്നോകൂ ഉണ്ണോകൂ. കാരണം ബിരിയാണി ചൊല്ലുമ്പമേ ഞങ്ങളെ നാവുలు തന്നി വന്നിട്ടൈത്ത് ബിരിയാണിന്റെ ಬಗ್ಗೆ നമുക്ക് ഗൊಂತುಂಡು ಎಂದ್ರೇಂಟು. അലുവ ചൊല്ലുമ്പോ ചൊല്ലയ്ക്ക് മുന്നലേ ഞങ്ങളെ ബായിൽ തന്നി വന്ന്. കാരണം അലുവ ಅದರ ടേസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് ഗൊಂತುಂಡು. ഏതൊരു വിഷയവും ಅದರ മാധുര്യ ಅದರ ടേസ്റ്റ് ഗൊಂತಾയെങ്കിൽ നമുക്ക് യാറ തിന്നനുകും യാറ അമലെടുക്കണുള്ളൊരു മനസ്സുണ്ട്. ഇപ്പൊ പരിശുദ്ധമായ റമദാൻ എന്തിരെ ಅದರ ವೈಶಿಷ್ಟ್ಯತೆ ಎಂದರೆ ಚಂದು ಗೊಂತಾയെങ്കിലല്ലേ പരിശുദ്ധമായ റമദാൻ തിങ്കളിൽ നമുക്ക് ഇബാദത്ത് എടുക്കണുകും നോമു നോക്കണുകും നമുക്ക് മനസ്സു വേണ്ടേ. ഈ ഒരു കാര്യക്രമത്തിൽ ചൊമ്മ പെണ്ണിങ്ങ വന്നിറാറ് വഅദ് കേൾക്കണുകു. അല്ലാഹു അങ്കും നങ്കും റഹ്മത്ത് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലുടു യാ അയ്യുഹന്നാസ്
ഖദ് അളല്ലക്കും ശഹ്റുൻ അളീം മുബാറക്കുൻ ശഹ്റുൻ ഫീഹി ലൈലത്തും ഖൈറും മിൻ അൽഫി ശഹ്ർ ശഹ്റുൻ ജഅലല്ലാഹു സിയാമഹു ഫരീളാ വഖിയാമ ലൈലിഹി തതവ്വുആ. ഓ സഹാബ, നിങ്ങൾക്കൊരു ബറക്കത്താകപ്പെട്ട വലിയൊരു തിങ്കൾ നിങ്ങൾക്ക് ബറകൊണ്ടു. നല്ല ബറക്കത്തുള്ള ഒരു തിങ്കൾ നിങ്ങൾക്ക് ആഗതമാവുകൊണ്ടു. എങ്ങനത്തെ തിങ്കൾ നിങ്ങൾക്ക് കൊണ്ടുണ്ടാ? ശഹ്റുൻ ഫീ ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹ്ർ. ആ തിങ്കളില് ഒരു ജാവുണ്ടു. ആ ജാവ് എന്തിരകൊണ്ടുണ്ട? സാധാരണ ഒരു ജാവല്ല. ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 തിങ്കളുടെ കാട്ടി ഖൈറായ ഒരു ജാവ് ബറകൊണ്ടു. അതായിട്ടിക്കട് പരിശുദ്ധമായ റമദാൻ തിങ്കളിലെ ലാസ്റ്റ് 10, 21, 23, 25, 27, 29 ഇങ്ങനെ ആയിട്ടിക്കട് ഞങ്ങളുടെ മഹാന്മാർ വിശദീകരിച്ചിരേ. ചില ബലമായ അഭിപ്രായ പ്രകാര പരിശുദ്ധമായ റമദാൻ തിങ്കളുടെ 27ാമത്തെ ജാവുണ്ട് ചൊന്ന മഹാന്മാരുള്ളാറ്. ഏതു ആവട്ട് ആ റമദാൻ തിങ്കൾ ഒരു ജാവുണ്ടു. ഇത് 6 ചൊന്തു കൊടുക്കടേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വഹാബിങ്ങു ചൊന്നു കൊടുക്കടേ. മുത്തുനബി ചൊല്ലനുണ്ടായെങ്കിൽ എത്രമാത്രം മഹാത്മ അത് കൊണ്ടു. 1000 തിങ്കളുടെ കാട്ടി ഖൈറായ ഒരു തിങ്കള്. ശഹ്റുൻ ജഅലല്ലാഹു സിയാമഹു ഫരീളാ. എങ്ങനത്തെ തിങ്കൾ കൊണ്ടുണ്ടാ? ആ തിങ്കളുടെ നോമ്പിടെ അല്ലാഹു ഫർളാക്കിറ. ആ തിങ്കളുടെ നോമ്പിടെ അല്ലാഹു സുന്നത്താക്കിറണ്ടല്ല, അത് കഡ്ഡായമാക്കിറ, അത് ഫർളാക്കിറ. ജഅലല്ലാഹു സിയാമഹു ഫരീളതൻ വഖിയാമ ലൈലിഹി തതവ്വുആ. അണ്ടത്തെ ജാവു നിസ്കാരം ഉണ്ടല്ലേ, അണ്ടത്തെ ജാവുടെ നിസ്കാര അല്ലാഹു സുന്നത്താക്കിറ. തറാവി 20 റക്അത്ത് നിസ്കാര ഫർളല്ല. പക്ഷേ ആ തറാവി നിസ്കരിച്ചെങ്കിൽ വലിയ പ്രതിഫലമുണ്ടു, വലിയ കൂലിയുണ്ടു. പരിശുദ്ധമായ റമദാൻ തിങ്കളിൽ ഒരേ ഒരു ജാവു ഞങ്ങ തറാവി ബുടകു തീറ. പ്രത്യേകിച്ച് പെണ്ണിങ്ങ നിങ്ങം ഔത്രൊൽക തറാവി നിസ്കരിക്കണോ. തറാവി ഒരേ ഒരാള് തറാവി ബുടകു തീറ. 20 റക്അത്ത് തറാവി, ചുരുങ്ങിയത് 3 റക്അത്ത് വിത്ർ നിസ്കാര. പരിശുദ്ധമായ റമദാൻ തിങ്കൾ വരുമ്പോ നോമ്പ് നോക്കിയിട്ട് നോമ്പ് തുറന്നിട്ട് ആയത്ര വേഗ പള്ളിയില് ഹദ്ദാദ് റാത്തീബ് വന്ന് ദീക്കുള്ള മനസ്സ് കാട്ടണോ. ഇശാ ഇമാം ജമാഅത്ത് കൂടകുള്ള മനസ്സ് കാട്ടണോ. പരിശുദ്ധമായ തറാവി നിസ്കരിക്കുള്ള മനസ്സ് കാട്ടണോ. ചിലരായത്തില് ബംഗ്ലവുഡ പള്ളിയുടെ ബഗ്ഗല്ല നാൻ ചൊല്ലേ. ഇവിടെ നക്ക് നിനപ്പുണ്ടു. പ്രപ്രഥമമായിട്ട് ഇവിടെ അറബി വന്നപ്പ, പള്ളി ഓപ്പണിങ് അറബി വന്നപ്പ അണ്ട് അറബിക്ക് സ്വാഗതാക്കിയതും അറബി ഭാഷണത്തെ തർജുമയാക്കിയതും അണ്ട് ഈ പാവപ്പെട്ട നാണായിട്ടിക്കട് എന്നൊക്കെ ഇപ്പം നിനപ്പുണ്ടു. ഏതായാലും ഊടാൽമാരുള്ള നല്ല മനുഷ്യന്മാർ നാ ചൊന്നേ. ചിലരായത്തിലുള്ള തറാവി ബാലക്കാർ മക്ക ലാസ്റ്റ് ആവുമ്പോ പണ്ടേ അയത്ര വേഗ പോണ്ടേ. തറാവി മസ്ബൂക്ക് അവിടെ 8 റക്അത്തായാലും പിന്നെ 5 റക്അത്തായാലും പിന്നെ വന്നിട്ട് ഇമാം 4 റക്അത്താകുമ്പോ സലാത്തും സലാമും ചൊല്ലുമ്പോ
മൈക്കാലത്തെ കാർക്കളത്ത് എക്സ്പ്രസ് ബസ് പോയതുപോലെ സ്പീഡിൽ നിസ്കാര, ആർഗാ വേണ്ടിയിട്ടുള്ള നിസ്കാര, യന്ത്രിക്കാ നിസ്കരിക്കടേ. ഞങ്ങളെ നിസ്കാര അങ്ങനായി പോയിത്ത്. ഞങ്ങളെ നിസ്കാര ചൊല്ലതു മനുഷ്യന്മാർക്ക് കാണത്തക്ക രീതിയിലുള്ള നിസ്കാര, ആർഗാ വേണ്ടിയിട്ടുള്ള നിസ്കാര. അത് തറാവിയാവട്ട്, 5 വക്ത നിസ്കാരാവട്ട്. അങ്ങനെ നിസ്കരിച്ചിട്ട് ഒരു ഫലവുമില്ല, ഒരു ഫായിദവും ഇല്ല. നീ എത്ര നിലത്തുക്ക് കുത്തിവുണ്ടെങ്കിലും ಅದಕ್ಕೆ അല്ലാഹു തആല പ്രതിഫല തണ്ടില്ല. നിസ്കാര ചൊല്ലതു, ഇബാദത്ത് ചൊല്ലതു, അത് രാജാവായ അല്ലാഹു വേണ്ടിയിട്ടുള്ള സുജൂദ്. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അല്ലാഹുവിനെ കണ്ടില്ലെങ്കിലും അല്ലാഹു നിന്റെ കാണ്ട. അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോ നീ റബ്ബിടെ കാണുള്ള ശക്തി നിക്കില്ല, പക്ഷേ അല്ലാഹു നിന്റെ നോക്കൂടാ. യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. നിന്റെ എല്ലാ ഹൃദയത്തെ ഉൾഗ മറച്ചു വെച്ചതും നിന്റെ എല്ലാ കട്ടുനോട്ടവും രാജാവായ അല്ലാഹു ഒന്നുണ്ടു. നീന് മനുഷ്യന്മാർക്ക് കാണ്ടുള്ള ചൊന്നിട്ടു ഒന്നും ആക്കു തീരാ റബ്ബു കാണ്ട. ആറുമാറുമില്ലാത്ത പക്കത്തിൽ നീ ഒരു തപ്പാക്കുമ്പോ റബ്ബ് അത് കാണ്ട. ആറുമാറുമില്ലാത്ത പക്കത്തിൽ ഹറാമു പ്രവർത്തിക്കുമ്പോ റബ്ബ് അത് കാണ്ട. ഓ ഉമ്മ പെങ്ങന്മാരെ, സഹോദരന്മാരെ, റബ്ബുടെ പേടിച്ച് ജീവിക്കണു. അല്ലാഹു എല്ലാം അറിയണു, അല്ലാഹു എല്ലാം ഗൊന്തുള്ളവണു. ആ രാജാവായ റബ്ബുക്ക് വേണ്ടിയിട്ടായിട്ട് കിടന്നങ്ങ് നിസ്കരിക്കണായത്. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഈ ഒരു നിയ്യത്തിലായിട്ട് കിടന്നങ്ങ് എപ്പോഴും ജീവിക്കണായത്. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, നീ റബ്ബുടെ പേടിക്കണു, നീ തഖ്വത്തിൽ ജീവിക്കണു, തഖ്വത്തിൽ അടിസ്ഥിതമായിട്ട് ജീവിക്കണു. നീ എവിടെയെങ്കിലും ശരി, ഹൈസുമാ കുന്ത, നീ റബ്ബുടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോഴും നിക്ക് റബ്ബുടെ പേടി വേണു. ഔത്രുൽക നിസ്കരിക്കുമ്പോ റബ്ബുടെ പേടി വേണു. പള്ളിക്ക് വരുമ്പോ മാത്രല്ല നല്ല ഡ്രസ് ഇട്ടിട്ട് റബ്ബുടെ മുന്നിൽ നിസ്കരിക്കണായത്. നീ ഔത്രുൽക നിസ്കരിക്കുമ്പോ വെറും കള്ളി തുണി എടുത്തിട്ടു, വെറും കമ്പായി തുണി തുടുത്തിട്ടു, ഒരു ബനിയന് പോലും ഇല്ലാട്ട്, ഒരു ഷർട്ട് ഇല്ലാട്ട് നീ റബ്ബുടെ മുന്നിൽ ഔത്തുൽ നിസ്കരിക്കുമ്പോ അവിടെയും നിക്ക് പേടി വേണു. നീ നല്ല ഡ്രസ്സോടുകൂടെ, നല്ല തൊപ്പിയോടുകൂടെ നീ റബ്ബുടെ മുന്നിൽ പള്ളിയിൽ ഏത് വന്നിട്ട് എങ്ങനെ നീ നിസ്കരിക്കടേ, അതേപോലെ ഔത്തുലും നിസ്കരിക്കണോ. ഒരു നേർച്ച വീടണിക്ക് എത്തോറ് ഇബാദത്ത് നിങ്ങൾക്കാവൂ തീരാ. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. അതേപോലെ നിന്റെ കയ്യിൽ എന്തും ഇല്ലാത്ത സന്ദർഭത്തിൽ, മിസ്കീനായ സന്ദർഭത്തിൽ നീ റബ്ബിടെ പേടിച്ചോണ്ടുള്ള, 5 വക്ത് പള്ളിക്ക് വന്നോണ്ടുള്ള, നീ റബ്ബിടെ പേടിച്ചോണ്ടുള്ള. സുബ്ഹാനല്ലാഹ്, ഒരു നാള് ഇങ്ങനെ നിസ്കരിക്കൂ നീ വന്ന് പള്ളിയുടെ ഖതീബ് ഉസ്താദ് നീ ചൊന്നേ, ഉസ്താദെ സ്വലാത്ത് മജ്ലിസ് അല്ലേ, എനക്കൊന്ന് ദുആർക്കണു, എനക്കൊരു ചെറിയ ബിസിനസ് തുടങ്ങണു. അല്ല കാക്ക, നിങ്ങൾ എന്തൊരു ബിസിനസ് തുടങ്ങണാറ്? നാന് പള്ളിക്ക് എപ്പോഴും വന്നോണ്ടില്ലല്ലേ, എനക്ക് 5 വക്ത് ഇമാം ജമാഅത്ത് കിട്ടണം. അപ്പൊ പള്ളിയുടെ മുട്ടമേ ഒരു ചായത്തങ്ങടി, ഒരു ഗൂഡങ്ങടി, അല്ലെങ്കിൽ ഒരു തട്ടുകട, ആൾമാർക്ക് കണ്ണ ചായ തിണ്ടിയെല്ലാം കൊടുത്തിട്ട് അങ്ങനെ ഒരു ചെറിയ ബാണിയത്ത് നിങ്ങൾ ദുആർക്കൂ. അങ്ങനെ ഉസ്താദ് ദുആർന്നിട്ട് സലാത്ത് മജ്ലിസിൽ അൽഹംദുലില്ലാഹ് ഇയാൾ ഒരു ചെറിയ പള്ളിയുടെ മുട്ടമേ ഒരു തട്ടുകട അല്ലെങ്കിൽ ഒരു ചെറിയ ചായത്തങ്ങടി തുടങ്ങിത്ത് അതില് സുബ്ഹാനല്ലാഹ്. അപ്പ അങ്ങടി തുടങ്ങും 5 വക്ത് നിസ്കരിക്ക് വന്നോണ്ടിന്ത്, ഹദ്ദാദ് വന്നോണ്ടിന്ത്, ಎಲ್ಲತ್ತೂ വന്നോണ്ടിന്ത്, തെല്ല് ഗൂഡങ്ങടി തട്ടുകടല് പള്ളിയുടെ മുട്ടമേ തെല്ല് ബാണിയ തെല്ല് യാറാവുക തുറയിച്ച്. ബാണി ആറാവുമ്പോ ഈ മഗ്രിബിന്റെ ടൈമിൽ ചെല്ല് അഞ്ഞ മുട്ടത്തെ ഗൗഡന്മാരെല്ലാം വേണ്ടാറ്. അങ്ങ് ആ ടൈമിലെ വേണ്ടേ
അപ്പൊ മഗ്രിബ് നിസ്കാര ഇമാം ജമാഅത്ത് ಬರಗ ಇಲ್ಲ. സുബ്ഹാനല്ലാഹ്. ബാണ്യത്തിൽ ಯಾರಾಯ್ತು ಮಯಲ മനസ്സിൽ തെല്ലിങ്ങനെ ബിയാർ വന്ന് ഇനിയൊരു ഹോട്ടൽ ടൗണിൽ തുടങ്ങി എന്തേ അങ്ങനെ പിന്നെ ഒരു ഹോട്ടൽ തുടങ്ങുമ്പോ പിന്നെ ജാവുകയെ സുബൈക്ക് നാസ്തല്ല ആവണല്ലേ. അപ്പൊ ആര്യാരക്കിടതും പിട്ടും അതും ഇതല്ല ಅದರ ಬಿಸಿಲೆ സുബഹി ഇമാം ജമാഅത്ത് പണ്ടത് ഫൗത്തൈത്ത് നഷ്ടപ്പെട്ടിട്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയാൾക്ക് സമ്പത്ത് നിഅമത്ത് യാറാവുമ്പോ ഇയാൾ റബ്ബിടെ മറക്കൂ സുറൈത്ത് നിസ്കരിക്കൂ ബറകൂ അയാൾക്ക് ആവുള്ള ടൈം കിട്ടില്ല. പിന്നെ ലാസ്റ്റ് ജുമഅത്ത് പോലും പണ്ടത് ലേറ്റായോണ്ടുണ്ടു. ലാസ്റ്റ് ജുമഅത്ത് പണ്ടത് പോലും നിപ്പാട്ടിത്ത്. നിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റബ്ബുടെ നെനപ്പാക്കണായ ടൈമായിട്ടിക്കട്. നീന് മിസ്കീനുള്ള ടൈമിലും നിക്ക് സ്വത്തുള്ള ടൈമിലും നീ സമ്പത്തുള്ള ടൈമിലും ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹാ. നീനൊരു തപ്പാക്കിയെങ്കിൽ അപ്പമേ നല്ലതാക്കണു. നീന് എന്തെങ്കിലും ഒരു ചെറിയ തപ്പാക്കിയാണ്ട് വിയരി അപ്പമേ ഒരു നല്ലത് നീ ചൊല്ലണു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലെങ്കിൽ നീ എന്തെങ്കിലും ഒരു ചെറിയ അള്ളാഹു വേണ്ടാത്ത ഒരു സറാക്കിയ നിന്റെ നാവുല് വന്നുണ്ട് വിയരിക്കറു അപ്പമേ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅത്ബിഇ സയ്യിഅത്തൽ ഹസന. നീ ഒരു തപ്പാക്കിയെങ്കിൽ അപ്പമേ തുടർന്നിട്ട് നീ നല്ലതാക്കണു. ആ നല്ലത് നിന്റെ തപ്പുരമായിച്ച് കളയിട്. ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്. നല്ലത് ബെടക്കിട മായിച്ച് കളയിട്. നല്ലത് ബെടക്കിട അത് തിത്തുപടിയാക്കിട്. നല്ലത് ബെടക്കിട അത് പോക്കിറ്. അത് നല്ലത് ബെടക്കിട ഇല്ലാണ്ടാക്കിട്. മോമിനിങ്ങളെ ഇവിടെ എല്ലാ തിങ്കളും നടക്കടനിക്കത്തെ സ്വലാത്ത് മജ്ലിസ്. ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തവന് തപ്പാക്കിയവന് സ്വലാത്ര മജ്ലിസ് വന്നെങ്കിൽ കൂട്ടായിട്ട് സ്വലാത്ത് ചൊന്നിങ്ങൾ നിന്റെ തപ്പിട അല്ലാഹു ഇല്ലാണ്ടാക്കടാ. അൽഹംദുലില്ലാഹ്. എല്ലാ തിങ്കളിലും ബഹുമാനപ്പെട്ട സയ്യിദ് സാദാത്ത് തങ്ങളൊപ്പാപ്പറ നേതൃത്വത്തിൽ ഇവിടെ സ്വലാത്ത് മജ്ലിസ് നടക്കിടല്ലേ. ഞാൻ ലൈവിൽ ചില സന്ദർഭത്തിൽ നോക്കിക്കൊണ്ടുള്ള ഞങ്ങളെ ബഷീർ മദനി ഉസ്താദ് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾക്കത്ര ലിങ്ക് കടത്തിക്കൊണ്ടുണ്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലത്തെ സലാത്ത് മജ്ലിസിൽ വന്നിട്ട് സലാത്ത് ചൊന്നെങ്കില് ഞങ്ങളെ തപ്പ് അല്ലാഹു തആല മായിച്ചു കളയിടാ. അതുകൊണ്ട് റബ്ബുടെ പേടി അത് എല്ലാ ടൈമിലും ഉണ്ടാവണു, എല്ലാ സന്ദർഭത്തിലും ഉണ്ടാവണു. ആരോഗ്യം ഉള്ള ടൈമിലും ഉണ്ടാവണു, ആരോഗ്യം ഇല്ലാത്ത ടൈമിലും ഉണ്ടാവണു. നങ്ക് റബ്ബുടെ മനസ്സു നെനപ്പ് മണ്ടപ്പകുന്നുണ്ടാ. നങ്ക് ടെൻഷൻ വരണു. നങ്ക് ടെൻഷൻ വന്നെങ്കിൽ തങ്ങന്മാരെ നെനപ്പാവുടു. നങ്ക് ബേജാറ് വന്നെങ്കിൽ ദർസ് നെനപ്പാവുടു. നങ്ക് ടെൻഷൻ വന്നെങ്കിൽ ഉസ്താദന്മാരെ നെനപ്പാവുടു. നങ്ക് ടെൻഷൻ വന്നെങ്കിൽ സലാത്ത് മജ്ലിസ് നെനപ്പാവുടു. ടെൻഷൻ ഉള്ള സന്ദർഭത്തിലും ഇല്ലാത്ത ടൈമിലും റബ്ബുടെ നെനപ്പാക്കണു കേട്ടോ. അതുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഹദീസ് ഞങ്ങളെ മുട്ട ചൊല്ലുടൂ. സുബ്ഹാന ജല്ല ജലാല ജഅലല്ലാഹു സിയാമഹു ഫറീളതൻ വഖിയാമ ലൈലിഹി തതവ്വാ. അപ്പൊ ജാമന്ത തറാവീ നിസ്കാര സുന്നത്താക്കിയിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് പഠിപ്പാട്ടിരു. ഒന്നും കൂടി നാ ചൊല്ലട്ട. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈരി കാന കമൻ അദ്ദാ ഫറീളതൻ ഫീമാ സിവാ. കേക്കടാ, പരിശുദ്ധമായ റമളാൻ തിങ്കളിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യമാക്കിയെങ്കിൽ ഒന്ന് നല്ലതാക്കേണ്ടി വരിക.
നല്ലാക്കിയെങ്കിൽ പരിശുദ്ധമായ റമളാൻ അല്ലാത്ത ടൈമിലു ഒരു ഫർളാക്കിയെങ്കിൽ എത്ര പ്രതിഫല കിട്ടാ അതര പ്രതിഫല പരിശുദ്ധമായ റമളാനില് ഫർളല്ലാത്ത ഏതെങ്കിലും ഒരു ചെറിയ നല്ല കാര്യാക്കിയെങ്കിൽ ഫർളിന്റെ പ്രതിഫലം ഉണ്ട്. സുബ്ഹാനല്ലാഹ്. വമൻ അദ്ദാ ഫറീളതൻ ഫീഹി കാന കമൻ അദ്ദാ 70 ഫറീളതൻ ഫീമാ സിവാഹു. അപ്പൊ നിങ്ങളൊരു പ്രശ്നയ്ക്ക് പ്രസംഗിക്കും, എല്ലാവരും ശ്രദ്ധിക്കും. പ്രസംഗിക്കുമ്പോൾ അതൊരു ഷർത്തുണ്ട്. എന്തിനാ കൊണ്ടുണ്ടാ എല്ലാം കേൾക്കടാറ. പ്രസംഗിക്കടാലോ മുഖം നോക്കണുണ്ട് അല്ലേ? എല്ലാം നോക്കിടാറാ. നിങ്ങളെല്ലാരും മുഖം നാ നോക്കിയോണ്ടല്ലേ. ഭാഷനാക്കിടാലും മുഖം നോക്കും. എല്ലാം വയലല്ലായിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു 100 അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലു. പടച്ചവനെ ആ മല്ലൂർ സൈദിരെ മുഖനാ ഇത്ര ചൊല്ലു നോക്കിയറപ്പ നീ പുറത്തു തരണേ. പിന്നെ വേണേ തോപ ചെയ്യൂ. നിങ്ങളെ മുഖത്തുക്ക് പ്രാധാന്യം തിന്നിട്ട് ചൊല്ലല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, വിഷയിച്ചുള്ള ശ്രദ്ധിക്കും. അള്ളാഹു നിങ്ങളെ ഈ സദസ്സ് കബൂലാക്കട്ടെ. ഇനി പരിശുദ്ധമായ റമളാനിൽ ഓർത്ത ഫർളാക്കിയാണ്ട് പേര് എന്തെങ്കിലും ഒരു ഗಂಟೆ നിങ്ങളെ കില്ലൂർ സൈദി ഉസ്താദ് ചൊല്ലുമ്പോ എന്തെങ്കിലും ഒരു ലാട്ട്പോട്ട് ചെന്നത് കൊണ്ട് നാലായാൽ നിങ്ങൾക്ക് പിന്നെ ചൊല്ലു ഉസ്താദ് നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തിനു ചെന്ന് പോയേൻ എന്തെങ്കിലും ചൊല്ലു പഠിക്കണ്ടേ? അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സാദാ തങ്ക പണ്ട് ഏതായാലും ഒരു ഫർളാക്കിയെങ്കില് എവിടെ എപ്പാ പരിശുദ്ധമായ റമളാനിൽ ഓർത്ത ഫർളാക്കിയെങ്കിൽ കാന കമന്നദ്ദാ 70 ഫറീളതൻ ഫീമാ സിവാഹു. പരിശുദ്ധമായ റമളാൻ അല്ലാത്ത ടൈമിലു 70 ഫർളാക്കിയ പ്രതിഫലമുണ്ട്. അപ്പൊ പെരോത്ത് തെച്ച ബേസന്മാരുള്ളാറ് അങ്ങ് വിചാരിക്കുവാറ് പടച്ചവനെ ഉസ്താദ് അത്രമാത്രം പ്രതിഫലം ഉണ്ടാ. ഞങ്ങൾക്കത് ഗൊന്തിന്ത് നിങ്ങളെ മറന്നുപോയിട്ട് അതായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. വഹുവ ശഹ്റു സ്വബ്രി വസ്സബ്റു സബാബുൽ ജന്ന. അത് ക്ഷമര തിങ്കള്, സബൂർ തിങ്കള്. പരിശുദ്ധമായ റമളാൻ സബൂർ തിങ്കള് ചെന്നിങ്ങള് ഞങ്ങ ജാമന അത്തല ഉണ്ടിട്ടു മഗ്രിബ് തോലും ഞങ്ങ എന്തും തിന്നാണ്ട കുടിക്കാണ്ട ദയിക്കറാ. അപ്പൊ ഞങ്ങക്ക് സബൂർ വേണു. സർബത്ത് കാണുമ്പോ കുടിക്കോ തീരാ, ജ്യൂസ് കാണുമ്പോ കുടിക്കോ തീരാ, തന്നി കാണുമ്പോ കുടിക്കോ തീരാ. അതേ ക്ഷമര തിങ്കള് നല്ല സബൂർ വേണു. ആ പരിശുദ്ധമായ റമളാൻ തിങ്കള് ആരെങ്കിലും ഓർത്താ പറഞ്ഞാണ്ട് വിചാരിക്കറു അപ്പൊ റമളാൻ അല്ലാത്ത ടൈമിൽ പറഞ്ഞെങ്കിലും നമുക്ക് ജവാബ് കൊടുക്കത്തില്ല. അത് വേറെ വിഷയ. മുത്താലിമികളെ ശ്രദ്ധിക്കും. റമളാൻ അല്ലാത്ത ടൈമിൽ ഓർത്ത പറഞ്ഞാണ്ട് പേരിക്കുക ജവാബ് എന്ത് കൊടുക്കത്തീരാ? ജവാബ് കൊടുക്കണം. നമുക്ക് സ്വറമാ ജവാബ് കൊടുത്തേ ഞങ്ങളെ സ്വറമുള്ള ബാക്കിയാവും. മാഷാ അല്ലാഹ്. ഇവിടെ ബഹുമാനപ്പെട്ട സാദാത്തങ്ങളെ സാരഥ്യത്തില് ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഹമ്മദ് ഷരീഫ് സൈദി കില്ലൂർ ഉസ്താദിന്റെ നേതൃത്വത്തില് നല്ല സുന്ദരമായ ദർസ് മെൻസ് സ്കൂളു ഇന്നിത്ര നല്ല 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 സംസ്ഥ ഇവിടെ ഉണ്ട്. എത്രമാൽമാരുടെ പ്രതി വർഷം മർക്കസുകും സഅദിയത്തുകും കോളേജിൽ പോയിട്ട് അവിടെ സഅദി സഖാഫി ബിരുദം എടുത്തിട്ട് വിവിധ ദീനി ദഅവ രംഗത്തിൽ അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടുള്ളാറ്. നാ സാധാരണ സഅദിയത്ത് പോയെങ്കിൽ മുത്തലിമീങ്ങ ഇങ്ങനെ പരിചയപ്പെടോ പണ്ടാറ്. അപ്പൊ കേക്കട നാണ് ബംഗ്ലകുട്ടിൽ പഠിച്ച ഉസ്താദ് നിങ്ങൾ അവിടെ നോക്കിയേ ചെന്നിട്ട് ഈ വർഷം ഉള്ളാറ് കണ്ടല്ലേ? ഈ വർഷം ഉള്ളാറ് അൽഹംദുലില്ലാഹ്. അതല്ല ഈ റായത്തുക അഭിമാന. ഈ റായത്താൽമാർ എത്ര ആൾമാർ മരിച്ചു പോയിടാറ്. നാനെന്റെ ഇവിടെ പള്ളി ഓപ്പണുക അറബി ഭാഷ എന്ത് വന്നപ്പ ഇവിടെ കാതറാജി ചെന്നിട്ട് ഒരാളെത്ത് എന്നൊക്കെ നിനപ്പായിട്ടുണ്ടല്ലേ? ആ കാതറാജിണ്ട് മൺമറഞ്ഞു പോയിട്ട് ഖബർ അല്ലാഹുവിലെ ഖബർ സ്വർഗ്ഗത്തോ പാകട്ടെ. അണ്ടയാൽ നല്ല സക്രിയമായിട്ട് അയലായിട്ട് കണ്ടെന്നൊക്കെ ഫോൺ ആക്കിയിട്ട് ബിൽപ്പാട്ടിരെ. ഏതായാലും അതെല്ലാം നിങ്ങളെ ഇസ്സത്തായിട്ട് ഇക്കടെ. പിന്നെ കൂക്കുട മനുഷ്യന്മാരല്ല ഇക്കട. അതെല്ലാം അതെല്ലാം ഹല്ലിബല്ലി. അതെല്ലാം നോക്കി കാവല. സംസ്ഥ ഇങ്ങനെ വളർന്നോണ്ടിക്കുമ്പോ ഉയർന്നോണ്ടിക്കുമ്പോ സ്വാഭാവികമായിട്ട് എതിർപ്പു, പ്രശ്ന, സിഹ്റ്, മാട്ട ഇതെല്ലാം പണ്ട് അതൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടിക്കട് ഞങ്ങൾ ഈ സ്വലാത്ത് മജ്ലിസ് ബഹുമാനപ്പെട്ട ഷരീഫ് സൈദി ഉസ്താദ് നല്ല പ്രാപ്തനായ ആൾ,
നല്ല സാധാരണ ലാട്ട് പോട്ട് മൈലാർ നീങ്ങ ബീരിക്കണ്ട എന്ന് ഇവിടെ ചൊന്നില്ലേ ഫസ്റ്റ് പാസ്സായ സാത്ത് അസാസ് നാ വിളിച്ചിരേ അയാൾ ഫോൺ ആക്കിയിട്ട് നാ പണ്ടേ ചെന്ന് വിളിച്ചിരാണ് നാൻ ഇപ്പറ വിളിച്ചിരേ അയാളെ കഴിവ് നോക്കിയിട്ട് അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സബ്ർ വസ്സബ്റു സവാബുൽ ജന്ന. സബൂർ വേണം. ഒരാള് പറഞ്ഞാണ്ട് പേരിക്കും. അപ്പൊ നങ്ങ എന്താ ചൊല്ലണു? നിന്റെ അബ്ബാന്റെ അടുത്ത ചൊന്ന. നിങ്ങളുടെ പേരെന്താ കാക്ക? ഹംസ അല്ലേ? ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ബർക്കത്തുണ്ടല്ലോ. നിനക്ക് ആഫിയത്തട്ട്. ആമീൻ ചൊല്ലു. ആഫിയത്തട്ട്. അപ്പൊ നിങ്ങക്ക് കിട്ടിയ ദുആ അല്ലാഹു ബർക്കത്താകട്ടെ. അപ്പാ നിന്റെ അബ്ബാന്റെ അടുത്ത് ചൊന്നിങ്ങ നങ്ങെന്തര ചൊല്ലപ്പ സാധാരണ പറഞ്ഞെങ്കിൽ മക്കളെ ഒരുത്ത അർത്ഥത്തിൽ ചൊന്ന നിന്റെ അബ്ബലാണ്. ഞങ്ങൾ സാധാരണ എന്തൊരു ഉപയോഗിക്കുക? നിന്റെ അബ്ബമ, നിന്റെ അബ്ബട അബ്ബലാണ്, നിന്റെ ബോബാണ്. അങ്ങനെ പറയട്ടെ. നിന്റെ അബ്ബട അബ്ബലാണ് സാധാരണ പ്രയോഗം. അങ്ങനെയല്ലേ സാധാരണ? നിന്റെ അബ്ബട അബ്ബൽ അബ്ബാണ്, ബോബാൻ ചൊല്ലൂല. അങ്ങനെ ചൊല്ലത്തില്ല. നിന്റെ അബ്ബാന്റെ അടുത്ത് പറയുമ്പോ അർത്ഥത്തില് നിന്റെ അബ്ബാന്റെ അടുത്ത് അർത്ഥത്തിൽ പറയുമ്പോ ഒരു നല്ല മുഅ്മിനായ മനുഷ്യ, അത് നോമ്പല്ലാത്ത ടൈമിൽ ഇന്നീ സായിമുൻ നാ നോമ്പുകാരാണ് ചൊല്ലണോ? നാ ഇന്നീ സായിമുൻ നാ നോമ്പിടിച്ചോൺ വേറെന്ത് ചൊല്ലുകില്ലേ? നാ നോമ്പിടിച്ചോണ്ട് നോമ്പിടിച്ചോണ്ട് അങ്ങനെ എന്ത് ചൊല്ലു തീരാ? നിന്റെ അബ്ബ ചൊല്ലുമ്പോ ഓ നിന്റെ അബ്ബറൊട്ട് ഇത്ര പിരിസമാ നിക്ക് ചൊല്ലോ. അവനെ കുടുങ്ങി അവിടെ, അവനെ താൻ പൂണ്ടിട്ട് അവിടെ നിന്റെ അബ്ബറൊട്ട് നിക്ക് ഇത്ര പിരിസമല്ലപ്പാ. നാനോണ്ട് പറയുമ്പോ വേറെ മേലപ്പ ഇത് ഇന്ദിരേ. അപ്പോൾ എന്താക്കണമെന്നുണ്ടാ? പഠിച്ചോ നിന്റെ അബ്ബടെ നാ ചൊന്നല്ല നീ മാഫാക്കണം. ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി, തഖിയുദ്ദീൻ സുബ്കി ബാപ്പ താജുദ്ദീൻ അല്ലേ? താജുദ്ദീൻ സുബ്കി ബാപ്പ തഖിയുദ്ദീൻ സുബ്കി മോണു. നന്റെ നെനപ്പ് ശരിയായെങ്കിൽ ഒരു നാള് നായ ഇങ്ങനെ പോകുമ്പോ, നായ പോയിട്ടുണ്ട്. അപ്പ മോണു വിളിച്ചെത്തൂല, യാ ഖൽബ് യബ്നൽ ഖൽബ്. ബാപ്പുണ്ടവിടെ. ഓ നായി. ഇപ്പൊ സാധാരണ ചെറു നപ്പോമായ നായിന്റെ തങ്ങ വിളിക്കില്ലേ? യബ്നൽ ഖൽബ്, ഏ നായുടെ മോണു ഖൽബ് ഇബ്ൻ വിളിച്ചപ്പ ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു, തഖിയുദ്ദീൻ സുബ്കി തങ്ങൾ പാപ്പറട്ട ചൊല്ലു, നീ എന്ത്രയ്ക്ക് നായിയുടെ തമാശാക്കിയേ. അപ്പം മോനു തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ചൊല്ലുടു, ബാപ്പാ നാ ചൊന്നതു അത് കളവല്ലല്ലേ? നായി അത് പൂച്ചര മോണാവുള്ളല്ലേ? നായി ആനട മോണാവുള്ളല്ലേ? നായി ആഡ്ര മോണാവുള്ളല്ലേ? നായി അത് നായിയുടെ മോണേ അല്ലേ? നാ ചൊന്നത് തപ്പില്ലല്ലേ ബാപ്പാ? അപ്പ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ചൊല്ലുടു, മോനെ നായി നായിയുടെ മോനെ അത് കറക്റ്റ്. നിങ്ങ ഒരു പരിഹാസ്യമായ നിലക്ക് ചൊന്നതു അത് തപ്പായിട്ട് കിട്, അത് ഗീബത്തായിട്ട് കിട്. ഗീബത്ത് ചൊന്നെങ്കിൽ എന്തിര കൊണ്ടുണ്ടാ? ചില ആൾമാറ് ചൊല്ലാറ് ഒരുത്ത കക്കിടാണ്ട് വീരിക്കൊടു, അവന്റെ കല്ലാണ്ട് ചൊല്ലു തീരാ. അപ്പൊ നിങ്ങളൊരു പ്രശ്നം, അവന് കട്ടത് കൊണ്ടല്ലേ കല്ലാണ്ട് ചൊന്നോ? മോനെ അതുക്കേ ഗീബത്തുണ്ട് ചൊല്ലുടോ. അവന്റെ ഉള്ള ഒരു വസ്ഫുടെ ഒരു കട്ട ഒരു കള്ളത്തനാക്കിടേ ചൊന്നെങ്കിൽ ഗീബത്ത് ചൊല്ലുടോ. ഇനി ഒരുത്ത കക്കില്ല, ഒരുത്ത വ്യഭിചരിക്കില്ല, നീ അവന്റെ കള്ളാണ്ട് ചൊന്നേ, നീ വ്യഭിചാരിണ്ട് ചൊന്നേ. അപ്പൊ ജണ്ട് തപ്പുണ്ടു. ഒന്ന് ഗീബത്ത് ചൊന്ന തപ്പു, ജണ്ടാമത് നീ വെറുതെ ഇല്ലാണ്ട് ഉണ്ടാക്കി ചെന്ന തപ്പു, ജണ്ട് തപ്പു. നിക്ക് ജണ്ട് ദോഷം അവിടെ കിട്ടിത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ തിങ്കള് ആരെങ്കിലും ഞങ്ങളെ മുട്ട നങ്ങു പറഞ്ഞെങ്കില് ഇന്നീ സായിമോ നാം നോമ്പുകാരകട്ടോ. അത് കായിട്ടിക്കട് ക്ഷമയുടെ തിങ്കള്, സബൂർ തിങ്കള്, സബബുൽ ജന്ന. ആ ക്ഷമയ്ക്കുള്ള പ്രതിഫലം അത് സ്വർഗായിട്ടിക്കട്. വശഹുൽ മുവാസാത്ത്,
അണുക്കമ്പത്ത തിങ്കള്, സാന്ത്വാനത്ത തിങ്കള്, പാവപ്പെട്ട ആൾമാർക്ക് സഹായാക്കട തിങ്കള്, പിരിസപ്പാട തിങ്കള്. നീന് നല്ല നോം തറുക്കുമ്പോ നീർലു ബജ, സമൂസ, ബിരിയാണി എല്ലാം തിന്നുമ്പോ മുട്ടത്ത ഊത്രങ്ങാതാ ജാമനത്താലത്ത് ഒരു ചെറിയ കാരക്ക പൂല് തുറന്നിട്ട് കാരക്ക പൂല് തിന്നിട്ട് അത്താല ഉണ്ടാറ് അങ്ങ് നോമ്പ് തുറക്കൂ എന്തില്ല. അതുകൊണ്ട് അങ്ങ് സഹായാക്കട തിങ്ങള്, എൽപ്പാക്കട തിങ്ങള്. വശഹുറുൽ മുവാസാത്ത് وَالشَّعْرُ يُزَادُ فِي رِزْقِ الْمُؤْمِنِ തിങ്ങള് അത് മനുഷ്യന്മാരെ, മുഅ്മിനായ മനുഷ്യരെ റിസ്ക്കില് ബറക്കത്തുള്ള തിങ്ങള്. ബറക്കത്ത് ആരാവിടെ തിങ്ങള്? അണ്ടത്തെ ബറക്കത്ത് നിങ്ങ നോക്കുറൂല. നോമ്പ് അല്ലാത്ത ടൈമില് എന്തുണ്ടാവും ഡൗത്തില്ല. നോമ്പിടെ ടൈമില് നോമ്പ് തുറക്കൂ. ഒരു ഭാഗത്ത് സോജി, ഒരു ഭാഗത്ത് സർബത്ത്, ഒരു ഭാഗത്ത് മണ്ണി, ഒരു ഭാഗത്ത് വിവിധ പലഹാര. പെണ്ണിങ്ങമേ അതിശയം അവിടെ പടച്ചവനെ നോമ്പ് ഭിത്തിയ നോമ്പല്ല തിന്നിട്ട് പെരുന്നാൾ കളഞ്ഞ ഭിത്തിയാണ് ഔത്തുലിയൊന്നും ഇല്ല, പൂഞ്ഞിട്ട പോലെ. എന്തേ നോമ്പില് സ്പെഷ്യലായ ഒരു ബർക്കത്ത് ആയില്ല. ഇവിടെ മുത്തഅല്ലിമീങ്ങ നോമ്പുള്ളാറ് നിങ്ങ ഈ വിഷയം സൂക്ഷിക്കൂ. നോമ്പ് തുറപ്പാട്ട് ഒരു സവാബ്. മൻ ഫത്തറ ഫീഹി സ്വായിമൻ കാന മഗ്ഫിറത്തുൽ ലിദുനൂബിഹി വഇത്ഖു റഖബതി മിനന്നാർ وكان له مثل أجره من غير أن ينقص من أجره شيء. قالوا يا رسول الله كلنا يجد ما يفطر الصائم. قال صلى الله عليه وسلم يعطي الله هذا الثواب من فطر صائما على تمرة أو شربة ماء أو مضقة لبن وهو الشهر أوله رحمة وأوسطه مغفرة وآخره عتق من النار. ആരെങ്കിലും ഒരാള് നോമ്പ് പിടിച്ചാലും നോമ്പ് തുറപ്പാട്ടിയാറ് അവനക്ക് വലിയ പ്രതിഫലം ഉണ്ട്. സുബ്ഹാന ജല്ല ജലാല. അപ്പായിട്ടിക്കിട് ഒരാള് കേക്കിട്, നബിയെ നോമ്പ് തുറപ്പാട്ടും ഞങ്ങളെ കയ്യിൽ എന്തു ഇല്ല. മുത്തുനബി ചൊല്ലു, ഒരു കാരക്കട പീസ്, അല്ലെങ്കിൽ ഒരു മുക്ലി തന്നി, അല്ലെങ്കിൽ ചെറിയ ഒരു മുക്ലി പാല്. ആരെങ്കിലും ആ നിലക്ക് നോമ്പ് തുറപ്പാട്ടിയെങ്കിൽ നിങ്ങക്ക് വലിയ പ്രതിഫലം ഉണ്ട്. ആഖിറത്തുൽ ഹൗദുൽ കൗസർ ചൊല്ല തന്നി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നിങ്ങക്ക് കുടിപ്പാട്ടുണ്ട് ഹദീസിൽ നമുക്ക് കാണ്ട്. അതുകൊണ്ട് നോമ്പ് തുറപ്പാട്ടത് വലിയ പുണ്യമുള്ള തിങ്ങള്. നോമ്പുൽ മുത്താലിമിയല്ലോ സാറുള്ളാറല്ലേ? നോമ്പുൽ മുത്താലിമിയല്ലോ ഉള്ളാറല്ലേ? 4 റജ. 4 റജ. അള്ളാഹു നല്ല നാഫിയ ഇൽമിനെ അള്ളാഹു തആല ഏറ്റുതരുമാറാകട്ടെ. അങ്ങനെ പരിശുദ്ധമായ റമളാൻ, ഈ റമളാൻ ഞങ്ങ ബണ്ടിക്ക് മുന്നലു നല്ല നിലക്ക് സ്വാഗതാക്കണു. സ്വാഗതാക്കിട്ട് അതിനെ സ്വീകരിക്കണു. ഞങ്ങൾ ഖുശിപ്പെടണു. കാരണം അതല്ലേ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്നാ റമളാൻ. ഞങ്ങൾക്ക് റമളാൻ തിങ്കളെ എത്തുപാട്ടണുണ്ടു. റജബിയുടെ പ്രാരംഭത്തിൽ നിങ്ങൾ ദ്വാർന്നുകൊണ്ടുള്ള നിങ്ങൾ നോക്കുള്ള വലിയ പ്രഗൽഭവാഗ്മി, വലിയ ആലിം മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ ഉസ്താദ് ഇൻഡു സുബൈക്ക് മരണപ്പെട്ടു പോയിട്ട് ആട്ടു സംബന്ധമായ രോഗത്തില് ബഹുമാനപ്പെട്ട തങ്ങ വന്നിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ യാല ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കണം റഹ്മാനേ. എല്ലാ ഉദ്ദേശത്തെ നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാ. പടച്ചവനെ ഞങ്ങളെ ഉദ്ദേശത്തെ പൂർത്തിയാക്കു അല്ലാ. ആ മസ്ഊദ് സഖാഫി ഉസ്താദിന്റെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കണം റഹ്മാനേ. അപ്പൊ ആറ് എപ്പ മരിക്കടേ പരിശുദ്ധമായ റമളാൻ നമുക്ക് എത്തുന്നുണ്ടില്ല. ಅದಕ್ಕೆ മുന്നಲು മരിക്കവും ചാൻസ് ഉണ്ട്, മരിക്കവും സാധ്യത ഉണ്ട്. അത് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇന്ന് ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ ഉസ്താദ് മരണപ്പെട്ടത്. അല്ലാഹുവേ നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ ദർജ നീ നൽകണേ റഹ്മാനേ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമളാന്റെ സ്വാഗതാക്കുന്നത് ഒരു മുഅ്മിനായ മനുഷ്യരെ ബാധ്യതയായിട്ട്. അതുകൊണ്ട്
ഈ പരിശുദ്ധമായ സ്വലാത്ത് മജ്ലിസ് ഇൻഷാ അല്ലാഹ് ഞാൻ യാറൊന്നും ചൊല്ലു പോണില്ല. അള്ളാഹു ഞങ്ങളെ സദസ് അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനത്തെ വഅദ് സദസ്, ഇങ്ങനത്തെ ആത്മീയമായ സദസ് ഈ കാലത്ത് അതി അഗത്യായിട്ട് മനുഷ്യന്മാര് ഏത് ഭാഗത്തില് നാച്ചൊന്നില്ല പള്ളിയിടൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ തക്കുവ കിട്ടത്. പള്ളിയിടൊക്കെ തിരിഞ്ഞിട്ട് പോകുമ്പോ പിന്നെ അവന്റെ സ്വഭാവമേ ചേഞ്ച് ആയിട്ടുണ്ടു. യുഖല്ലിബുഹാ കൈഫ യശാഉ. ഞങ്ങളെ കൽബ് അപ്പപ്പ തിരിഞ്ഞോണ്ടിക്കിട്, കൽബ് ചേഞ്ച് ആയോണ്ടിക്കിട്. അതുകൊണ്ടായിട്ടിക്കിട് നസീഹത്ത് ചൊല്ലണു, അതുകൊണ്ടായിട്ടിക്കിട് വഅദ് ചൊല്ലണു, അതുകൊണ്ടായിട്ടിക്കിട് ആത്മീയമായ സദസ്സിൽ വന്നിട്ട് കൂടണു. ആത്മീയമായ സദസ്സിൽ കൂടിയെങ്കിൽ എന്തെന്നില്ലാത്ത അനുഭൂതി നിങ്ങൾക്ക് കിട്ടിയോണ്ടുണ്ടു. ആത്മീയമായ സദസ്സിൽ ബറാത്ത ഒരാളുകൾ ഈമാന്റെ അനുഭൂതി കിട്ടില്ല, മാധുര്യ കിട്ടില്ല. അതുകൊണ്ട് ഈ ഇവിടെ കൂടി എല്ലാ നിന്റെ റായത്തെ പ്രമുഖ നേതാക്കന്മാരൊട്ടനക്ക് ചൊല്ലുകൊള്ളേ, ബാലക്കാർ മക്കളൊട്ട ചൊല്ലുകൊള്ളേ, ഉമ്മമാരൊട്ടനക്ക് ചൊല്ലുകൊള്ളേ. പ്രതി സ്വലാത്ത് മജ്ലിസ് നിങ്ങ ബറുമ്പോ നിങ്ങളെ കാരഫുല് ഒന്നു ജണ്ടാല കുട്ടിയൊണ്ടു ബറുന്നു. ഇവിടെ സദസ്സു വലിയ സദസ്സുണ്ട് കാട്ടുകൊള്ള, ലൈവില് പ്രചാരാക്കൊള്ള. നിങ്ങ ബന്നെങ്കിൽ നിങ്ങ കുട്ടിയൊണ്ടു ബന്നെങ്കില് അവൻ നല്ല എങ്കിൽ ಅದರ പ്രതിഫല നിങ്ങക്ക് കിട്ടരു. ഒരു ബെടക്കായ മനുഷ്യരെ നല്ലാക്കെങ്കില് നിങ്ങക്ക് വലിയ പ്രതിഫല കിട്ടരു. നിങ്ങ ചിലപ്പോ ബറുവാറ് നിങ്ങളെ 4 ആൺമക്കൈക്കുവാറൗത്ത് ആൺമക്ക ബന്ധുല്ലണ്ട് വിചാരിക്കുറു. ആ ആൺമക്കളെ കുട്ടണ്ടു പോണ്ട സ്വറ ബാപ്പ കൊണ്ടു, മൂത്തോണ്ട കുട്ടണ്ടു പണ്ട് സ്വറ ഇല ഉണുകൊണ്ടു, ഇല ഉണ്ട കുട്ടണ്ടു പണ്ട് സ്വറ മൂത്തു ഉണുകൊണ്ടു, കുഞ്ഞപര കാക്കര കുട്ടണ്ടു പണ്ട് സ്വറ നിക്കൊണ്ടു. നീ മാത്ര നല്ല എങ്കിൽ മെയ്യാവല, നീ മാത്ര നല്ല എങ്കിൽ മെയ്യാവല. നിന്റെ മക്ക സുബ്ഹാനല്ലാഹ് പരിശുദ്ധമായ ഇസ്ലാമുക യാതൊരു ടച്ചില്ലാണ്ട് സുന്നത്ത് ജമാഅത്ര ആശയത്തിലും ആദർശത്തിലും ജീവിക്കാണ്ട് നിസ്കാര ഇല്ലാണ്ട് ലായിലോട്ടായിട്ട് ജീവിക്കണത് നീ നിന്റെ കണ്ണു മുന്നിൽ കണ്ടോട്ടിക്കുമ്പോ നീ എത്ര വലിയ ആബിദായെങ്കിലും ആ മക്കളെ കാരണം കൊണ്ട് നീ നരകത്ത് പോകാൻ സാധ്യത ഉണ്ട്. ഓ നിന്റെ വയസ്സ് കേക്കട ഉമ്മമാരെ, നിങ്ങളെ പെണ്ണുമക്ക ചിലപ്പോ ഈ വഅദര മജ്ലിസ് വന്നിരണ്ട് നമുക്ക് കൊന്നില്ല. നിങ്ങളെ ആണുമക്ക നിങ്ങ ബീരിക്കുറൂള പടച്ചവനെ ഞാൻ ഈ വഅദര മജ്ലിസിലുള്ള നണ്ട ജണ്ട് ആൺമക്ക ഇല്ലല്ലേ. ആരാറ ബെടക്ക് ആൺമക്കളൊട്ട കൂടിയിട്ട് ഞങ്ങളെ ബുദ്ധി ബെടക്കായോണ്ടുണ്ടു, കൂട്ടത്തു കൂടിയിട്ട് ബെടക്കായോണ്ടുണ്ടു. അത് കായിട്ടിക്കിട് ഞങ്ങളെ ആത്മീയമായ സദസ് അല്ലാഹുവേ നീ ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഞങ്ങളെ മുട്ട ചൊല്ലടു. മനുഷ്യ 3 ശൈസുണ്ടു, 3 വിധ മനുഷ്യന്മാരുള്ളാറ്. ഞങ്ങ ഭാര്യ ജാഗ്രതാക്കണു, ഭാര്യ ഞങ്ങ ഗമനത്തെടുക്കണു. ഒന്നാമത്തതാറ് ഗൊന്തുണ്ട സുബ്ഹാന ജല്ല ജലാല. ഉവദാ അങ്ങ തിന്നുരെ, അങ്ങ കുടിക്കിടെ, അങ്ങ കിടക്കിടെ, അങ്ങ് ഇതേ സൊറ ജാമന തിന്നുരാറ്, കുടിക്കിടാറ്, കിടക്കിടാറ്, ബിസിനസ് പോണ്ടാറ്, അങ്ങ് വേറൊന്നും ചിന്തയില്ല. ആ മനുഷ്യന്മാരെ ബഗെ ഞങ്ങ ജാഗ്രതാക്കണു. അവನು പള്ളി പണ്ടില്ല, സദസ് പണ്ടില്ല, ഇൽമുടെ സദസ് പണ്ടില്ല. ഇതേ ആ മനുഷ്യന്മാരെ ഭാഗത്തിൽ കൂടുകു തീരാ, ആ മനുഷ്യന്മാരെ വിഭാഗത്തിൽ കൂടുകു തീരാ. ഭാര്യ ജാഗ്രതാക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കുറൂല, നിങ്ങൾ നല്ല സദസ് വന്നിട്ട് വഅദ് കേക്കിടാറ്, സലാത്ത് മജ്ലിസ് തെച്ചിറാറ്. നിങ്ങളെ ಬಗ್ಗೆ ചൊല്ലുള്ള സലാത്ത് തീരെ ബറാത്തോണു. അവനു തിന്തിരോ കുടിക്കറോ കിടക്കടോ കുളിക്കടോ ഇതല്ലാത്ത വേറെ സൊറയില്ല. ഈ വിഭാഗ ആൽമാർക്ക് അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല നരക ആഖിറത്ത് വെച്ചിറ. വലഖദ് ദറഅനാ ലി ജഹന്നമ. വലിയ ഹദീസായി വലിയ ആയത്തായിട്ട് കിടത്. പിന്നെ രണ്ടാമത്തെ വിഭാഗാറുകൊണ്ടുണ്ട അജ്സാദുഹും അജ്സാദു ബനി ആദം വ ഖുലൂബുഹും ഖുലൂബു ശൈത്താൻ. അങ്ങനെ ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാര്, പക്ഷേ അവന്റെ കൽബ് ശൈത്താന്റെ കൽബ്. അവന് നല്ല മനുഷ്യനല്ല, അവന് പൈശാചികമായ അവന്റെ ജീവനാ. അവന്റെ കൽബ് നല്ല കൽബല്ല. കാണുമ്പോ നല്ല ശരീരമുണ്ട്,
നല്ല തൊപ്പി വെച്ചിറ. പക്ഷേ ಮನಸ್ರ ಉಲ್ಗ ಬೆಡಕತ್ತರ, ಮನಸ್ರ ಉಲ್ಗ ವ್ಯಭಿಚಾರ, ಮನಸ್ರ ಉಲ್ಗ ಅನಾಚಾರ എത്രത്തോളു ചെന്നിങ്ങള് നിങ്ങക്ക് കൊന്തുണ്ടാ എന്റെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ. എത്ര അനാവുത്ത നടന്നുകൊണ്ടുണ്ട് ഇന്നത്തെ കാല ചൊന്നെങ്കില് സുബ്ഹാന ജല്ല ജലാല. കേരളത്തില് ഒരാള് വ്യഭിചാരശാലയില് വ്യഭിചാര ക്യാമ്പുകു ഒരാള് പോണ്ട. വ്യഭിചാര ക്യാമ്പ് കൊടുത്ത പോണ്ട നല്ല പൈസകാരാ. ഒരു 58 വർഷത്തെ ഓണോ നോക്കുമ്പോ അവിടെ ചൊല്ലാറ്, ഇതാ നിക്ക് ബേന്മായ പെൺമക്കളെ നീ സെലക്ട് ആക്കണു, അല്ലെങ്കിൽ നഗ തന്ന പെൺമക്കളെ നീ എടുക്കണു. ഈ 58 വർഷത്തെ പൈസകാരാ അതാ ഓണു വ്യഭിചാരശാലക്ക് ക്യാമ്പുകൾക്ക് പോകുമ്പോ ഓണുകു വന്ന പെണ്ണാರು ಒಂದುಂಡಾ ഓണ സ്വന്തം മോളു. ഓലിയവിടമായി ബാപ്പ പഠിക്കുക ആക്കിയറോ. ബാപ്പ പഠിക്കുക ആക്കിയത് ഓല് വേറെ സ്വരെടുത്തോണ്ടുള്ളാറ്. ഓണ് വ്യഭിചാരത്ത് വേണ്ടി പോകുമ്പോ അവിടെ റൂമിൽ വെച്ചിട്ട് ഓണ്ട സ്വന്തം മോളു. ഇത് കേരളത്തിൽ നടന്ന ഘടനയല്ലേ. നിങ്ങൾ നോക്കുറുള്ള കുലൂബും ശൈത്വാൻ. അവന്റെ ഹൃദയ ഇല്ല, പൈസാചികമായ അവന്റെ ഹൃദയ. ഇനി എത്ര ഘട്ടന നടത്ത ചൊല്ലുകൊണ്ടു സ്വന്തം പെങ്ങൾക്ക് വ്യഭിചാരാക്കിട ആൾമാർ ഇപ്പൊ മുസ്ലിം സമുദായത്തിലുള്ളാറ്. സ്വന്തം ഉമ്മക്ക് വ്യഭിചാരാക്കിട ആൾമാർ മുസ്ലിം സമുദായത്തിലുള്ളാറ്. സ്വന്തം ഇലവുണ്ട കൊല്ലുടങ്ങ, സ്വന്തം അബ്ബട കൊല്ലുടങ്ങ. ഇങ്ങനെ സുബ്ഹാന ജല്ല ജലാല ഗാഞ്ചത്തെ അടിമയായിട്ട്, കല്ലുടെ അടിമയായിട്ട്, ഇത് ഉമ്മമാ ഇത് ബാപ്പമാ ഗുർത്തയില്ലാണ്ട് അവിടെ അങ്ങനെ കൊല്ലുടെ ഒരു കാലായിട്ട് കിടന്നുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ചൊല്ലുടു, ഇങ്ങനത്തെ ಬಗ್ಗೆ ഭയങ്കര ജാഗ്രതയാവണു. മൂന്നാമത്തെ വിഭാഗ അറിവുന്നുണ്ട. മൂന്നാമത്തെ വിഭാഗ ഫീ ദില്ലി അർശില്ലാ. നാലക്കലെ ആഖിറത്തില് അർശറ തണല് അതായിട്ട് മോമിനിങ്ങ. അതായിട്ട് ഉള്ളും പുറവും ഒരുപോലെ ആൾമാറ്, ഇബാദത്തുള്ള ആൾമാറ്, ഏലിമീങ്ങളെ സ്നേഹിക്കട ആൾമാറ്, തങ്ങന്മാരെ സ്നേഹിക്കട ആൾമാറ്, ദർസിനെ സ്നേഹിക്കട ആൾമാറ്, ദർസ് എൽപ്പാക്കട ആൾമാറ്, മുത്തഅല്ലിമീങ്ങ ഡ്രസ് എടുത്ത് കൊടുക്കട ആൾമാറ്, മുത്തഅല്ലിമീങ്ങ ഫുഡ് സഹായിക്കട ആൾമാറ് നല്ല മോമിനിങ്ങ. അങ്ങ ഫീ ദില്ലി അർശില്ലാ. ബഹുമാനപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട സയ്യിദ് അസ്സയ്യിദ് സാദാത്ത് തങ്ങളുപ്പാപ്പ ഇന്നു ഇന്നലല്ല നക്ക് പരിചയ. എത്രമാ നക്ക് മുന്നലെ പരിചയമുള്ള ഒരു സയ്യിദ്. നല്ല സ്വഭാവത്തെ ഉടമ, നല്ല സ്വഭാവത്തെ ആള്, നല്ലൊരു താൽമട ആള്, നല്ല സ്ഫുടമായ നിലക്ക് വഅദ് ചൊല്ലുന്ന ഉസ്താദ് തങ്ങള്, നല്ല നേതൃത്വ. സുബ്ഹാനല്ലാഹ് 100 കണക്കില് പള്ളിയില് ഗൗരവാധ്യക്ഷായിട്ട് നല്ല നിലക്ക് നേതൃത്വം വഹിക്കട സയ്യിദ്. ആ തങ്ങളുപ്പാപ്പ ഇടയ്ക്ക് നിനക്ക് കിട്ടിയെങ്കിൽ ചൊല്ലലുണ്ട്, സഅദി ബംഗ്ലഗുഡ്ഡല് ഞങ്ങളൊരു സംസ്ഥ ഉണ്ട്, അവിടെ കിള്ളൂർ സഅദി ഉസ്താദ് നല്ല ಅದರ മേൽനോട്ടം നോക്കിയോണ്ടുണ്ട്. നക്ക് പിന്നെ ഗൊന്തുണ്ടല്ലേ നക്ക് എല്ലാ ടൈമിലും പോകാവുള്ളണ്ട്. നാ തിങ്കളൂർക്ക സലാത്ത് മജ്ലിസിക്ക് പോയോണ്ടുള്ള ബംഗ്ലഗുഡ്ഡയുടെ ആൾമാർ നല്ല സഹകാരാക്കിയോണ്ടുള്ളാറ്. ബംഗ്ലഗുഡ്ഡയുടെ മോമിനിങ് നല്ല സപ്പോർട്ടാക്കിയോണ്ടുള്ളാറ്. ഇല്ലെങ്കിൽ ഇത്ര വർഷം അവിടെ സ്ഥാപന നടപ്പാട്ട തീരന്ത് ബഹുമാനപ്പെട്ട തങ്ങ ചൊണ്ട കെട്ടുണ്ടോ മുഅ്മിനേ. സാദാത്ത് തങ്ങളെ ഒരു നേതൃത്വ ഈ റായത്ത് കൊണ്ടാ അത് വലിയ ബറക്കത്ത് കേട്ടോ. തങ്ങന്മാരെ പിരിസബെക്കുക, ആലിമീങ്ങളെ പിരിസബെക്കുക, മുത്തഅല്ലിമീങ്ങളെ പിരിസബെക്കുക. ഉമ്മമാരെ നിങ്ങൾ എന്ത് നേർച്ച ഇന്നെങ്കിലും ഈ ബംഗ്ലഗുഡ ദർസുക നേർച്ച വയ്ക്കുറു. ഇൽമു പഠിക്കട മുത്തഅല്ലിമീങ്ങ അതിനെക്കാട്ടി വലിയ പവർ ഉള്ളത് വേറെ എവിടെ ഉണ്ടോ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നീ ഏറ്റവും ഖൈറായ ആളാറുവന്തുണ്ട ഖുർആൻ പഠിച്ചിട്ട് പഠിപ്പാട്ടാൽമാർ അങ്ങ് ഖൈറായ ആൾമാരല്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ സാധാരണ
ബംഗ്ലകുട്ര ಬಗ್ಗೆ നമുക്ക് സാധാരണ റിപ്പോർട്ട് കിട്ടറ് കൂടെ പഠിച്ച വുമൻസിൽ പഠിച്ച പെണ്ണുമക്ക ഒരു പാസ്സായിട്ട് ഡിഗ്രി എടുത്ത ഒരു ആലിമിനെ കാട്ടി അങ്ങ് ഉഷാറുള്ളാറ്. ഒരു നാള് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് വരുമ്പോ അതാ ഊട്ര പെണ്ണുമക്ക നല്ല നെഹയുടെ ഗ്രാമർ ചന്തത്തിൽ നിനക്ക് ചെല്ലത് കേട്ടിട്ട് നാനേ അത്ഭുതപ്പെട്ടു പോയ ആ നിലക്ക് ശിക്ഷണ കൊടുക്കട ബംഗ്ലകുഡ് ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങളെ നേതൃത്വത്തില് നിങ്ങൾ ഒരിക്കലും അതിന് ഹായിബാക്കണ്ട, നിങ്ങൾ പൂർണ്ണമായിട്ട് സപ്പോർട്ടാക്കുറൂ. ഞാൻ യാറൊന്നും ചൊന്നോണ്ടില്ല. ഈ പാവപ്പെട്ട നാടുടെ വഴുതു ചൊല്ലതും ബഹുമാനപ്പെട്ട തങ്ങള് ഊടെ വണ്ടിക്ക് നീങ്ങൊന്നും കാറപാടിക്ക് കൊടുക്കില്ല, കീസക്ക് മടക്കില്ല. ആ തങ്ങള് എല്ലാ ബിസിയും വിട്ടിട്ടു. ഞാൻ ഗുരുവാൻ കേരള ഒരു സ്പീച്ച് ആക്കുന്നത് ലൈവില് നാണ് ബഹ്റൈനിൽ നിന്നപ്പ കേട്ട. അവിടെ തിങ്കൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഉപ്പാപ്പ പോയോണ്ടുണ്ട് സലാത്ത് മജ്ലിസ്. തങ്ങൾ നാണ് വേറൊരു സ്ഥാപനം തുടങ്ങിയോണ്ടുള്ള ഇനി തിങ്കൾ ഇവിടെ ബറുവണ്ട് പേരിക്കണ്ട. അങ്ങനെ എല്ലാ ബിസിയും വിട്ടിട്ടൂടെ പണ്ടല്ലേ മോഹിനെ അതൊരു ബറക്കത്ത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ വയത് കേട്ട് വന്നതും സ്വലാത്ത് വന്നതും നാവിടെ വന്നതും ഞങ്ങളെ ഉദ്ദേശം ദ്രവന്തുണ്ടാ. ഞാൻ ആ വിശേഷം ഒന്നിട്ട് നിന്റെ വയത് ഞാൻ കൈതാക്കറ. അൽഹിഖ്നി ബിസ്സാലിഹീൻ. ഒരേ ഒരു ഉദ്ദേശ ബഹുമാനപ്പെട്ട സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥനാക്കിയത് ഖുർആനിലുണ്ട്. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അവിടെ മുസ്ലിമൻ മുഅ്മിനൻ മുഅ്മിനായിട്ട് തന്നെ മരിപ്പാട്ടണുണ്ടല്ലോ. മരിക്കുമ്പോ മുഅ്മിനായിട്ടേ മരിക്കടേ, ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ടേ മരിക്കടേ. തവഫനി മുസ്ലിമൻ ഇസ്ലാമുടെ മേൽ ഇസ്ലാമുകു അഥവാ ഇസ്ലാം ചെന്നെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ സുന്നത്തു ജമാഅത്ത് കാര്യാചരണാക്കളോടുകൂടെ ഇസ്ലാമിന്റെ പൂർണ്ണമായി ഇസ്ലാമിൽ പൂർണ്ണമായിട്ട് കടക്കണു. ആ നിലക്ക് നന്റെ നീ മരിപ്പാട്ടണു. തവഫനി മുസ്ലിമൻ, നന്റെ മുസ്ലിമായിട്ട് മരിപ്പാട്ടണു. ആർദ്വാർന്ന ഇത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം. അപ്പൊ സദസ്സുള്ള ആൾക്കാർ ഒരു പ്രശ്നം ഉദിക്കണേ, ഉസ്താദെ യൂസുഫ് നബി അലൈഹിസ്സലാം മരിക്കുവാർന്നല്ലേ, അപ്പൊ നമുക്ക് മരിക്കുവാർക്കമാ. ചില പെണ്ണിങ്ങല്ല വലിയ ടെൻഷൻ വന്നിങ്ങൾ മക്കളെ വിഷയത്തിൽ പഠിച്ചവനെ നണ്ടൊന്നും നീ മരിപ്പാട്ടിര് അങ്ങനെ ദ്വാർക്കോ തീരാ. ചില അബ്ബമാരുള്ള മക്കളെ വിഷയത്തിൽ ടെൻഷൻ ആയിട്ട് റബ്ബേ ഈ മക്കളെ മുന്നുള്ള നാനിവിടെ ജീവിച്ചിട്ട് എന്തും കാര്യം നണ്ട ഉറക്കെ മരിപ്പാട്ടിര് അങ്ങനെ ദ്വാർക്കോ തീരാ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ദ്വാർന്നത് ഇദാ ജാ അജലി തവഫനി മുസ്ലിമാ. നന്റെ മരണത്തെ ഡേറ്റ് വന്നെങ്കിൽ ആ ടൈമുള്ള നന്റെ മുസ്ലിമായിട്ട് മരിപ്പാട്ട് ഇങ്ങനെ ദ്വാർക്കോളും. ആയില്ല ദ്വാരുടെ നിപ്പാട്ടില്ല, അവിടെ നിപ്പാട്ടന്ത് അൽഹിഖ്നി ബിസ്സാലിഹീൻ. ലഹിഖ ലഹിഖ ബിഹി ചേർക്കണു. ആരൊട്ടിಗೆ സ്വാലിഹീങ്ങളൊട്ടിಗೆ ചേർക്കണു. സ്വാലിഹീങ്ങളൊട്ടിಗೆ ചേർക്കണു. സ്വാലിഹീങ്ക ചെന്നിങ്ങാറ് നല്ല ആൾമാർ സാദാത്തിങ്ങ അങ്ങ നല്ല ആൾമാർ. ഒരു സയ്യിദ് ആലിമായെങ്കിൽ ആലിമിടെ ഫവർ ಬೇರೆ, സയ്യിദര ഫവർ ಬೇರೆ. ഭാഷണകാരെങ്കിൽ ആ ഭാഷണത്തെ ഫവർ ಬೇರೆ. സയ്യിദ് ചെന്നിങ്ങ ആറ് എല്ലാരും കിട്ട. ನಾನು സൈദിയാവണെങ്കിൽ സൈദ്യത്ത് പോയെങ്കിൽ സൈദിയാവാ, മർക്കസ് പോയെങ്കിൽ സഖാഫിയാവാ. സയ്യിദ് തങ്ങളാവുണ്ടെങ്കിൽ അത് ഡിഗ്രി എടുക്കുന്നതല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബ പരമ്പരയിൽപ്പെട്ട സയ്യിദന്മാർ. അങ്ക് വലിയ ഫവർ ഉണ്ട്. ഇപ്പൊ നന്റെ ബാപ്പയുടെ പേര് കേട്ട് നാ ചൊല്ലെ അബ്ദുറഹ്മാൻ ഹാജി കില്ലൂർ സൈദി ഉസ്താദിന്റെ ബാപ്പയുടെ പേര് അക്കരങ്കടി അബ്ദുർ റസാഖ് അല്ലേ, അബൂ സാലിഹ് ഹാജി ഉസ്താദ് അല്ലേ. അയാളെ ബാപ്പയുടെ പേര് അയാൾ കൊന്തിക്കും. നന്റെ ബോബയുടെ പേര് ബാപ്പയുടെ പേര് ഹസനബാൻ അല്ലേ. നിങ്ങളെ പേര് ഹംസാക്കണ്ടല്ലേ അല്ലേ? ഹംസാക്ക നിങ്ങളതാ ആ ഹംസാക്ക. നിങ്ങളെ ബാപ്പയുടെ പേര് എന്തിരെ? അലി. അയാളെ ബാപ്പയുടെ പേര് ഏയ് ഗൊന്തില്ല, ആരും ഗൊന്തില്ല. നിങ്ങൾ അർത്ഥാക്കണു. ബഹുമാനപ്പെട്ട സയ്യിദ് സാദാത്തുൽ ഉപ്പാപ്പ
അല്ലെങ്കിൽ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പാപ്പ, ഏത് തങ്ങന്മാരെ ലീസ്റ്റ് എടുത്ത് നോക്കിയെങ്കിൽ അങ്ങളെ ബാപ്പ, അങ്ങളെ ബാപ്പ, അങ്ങളെ ബാപ്പ, ബാപ്പട ബാപ്പ, ബാപ്പട ബാപ്പ, ബാപ്പട ബാപ്പ, ബാപ്പട ബാപ്പ ഇലാ ഹദറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങുകെത്തുറ്. അതായിട്ടിക്കിട അങ്ങടെ ഫവറ്, അതായിട്ടിക്കിട അങ്ങടെ ഫവറ്. സയ്യിദുന താജുശ്ശേരി അലിക്കഞ്ഞി ഉസ്താദ് ഒരു സ്റ്റേജിൽ ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ ഒരു 5 വർഷത്തെ ഒരു കിടാവ് വന്നോണ്ടുണ്ടു. തെച്ചോണ്ടിരിക്കുമ്പോ 5 വർഷത്തെ കിടാവ് വന്നോണ്ടുണ്ട്. ആ കിടാവാറ് വന്നുണ്ട് ഒരു തങ്ങൾ കുട്ടി. ആ അലിക്കുഞ്ഞു ഉസ്താദ് തെച്ചവിടെ എൻചിട്ട് നിക്കിട് ചെറിയൊരു കിടാവ് വന്നപ്പാ അത് സയ്യിദര കുട്ടി, അത് ചെറിയ കുട്ടിയെന്ന് ചെന്നും അത്രമാത്രം ബഹുമാനിച്ച നിങ്ങളെ ആലിമീങ്ങ. നിങ്ങൾക്ക് ഗൊന്തുല്ലേ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദരെ ചരിത്ര ബുക്ക് ഓതുമ്പോ നിങ്ങൾക്ക് ഗൊന്താവിടൂ. ആ കണ്ണിയത്ത് ഉസ്താദരെ മുട്ട യന്ത്രമാ ഒരു സന്ദർശനത്ത് ഒരു മസാല കേക്കൂ. ഒരു 5-6 ആലിമീങ്ങ പോയാറ്. നോക്കുമ്പോ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് റൂമിടൊൽക കിതാബ് നോക്കിയോണ്ടുണ്ടു. ഇങ്ങ സുബൈക്ക് 7 ഗಂಟೆ ಬಂದಂಗ ഫോണൊന്ന് ഗಂಟതോല് പറത്ത് നിണ്ടാറ് പേടിച്ചിട്ട് അവിടെ ചെന്നപ്പോ ചന്തൂല തെല്ല് വൈറ്റാക്കട്ട് തെല്ല് നേരെ കഴിഞ്ഞിട്ട് നാ വിളിക്കിരണ്ട്. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു ഒരു ഏതമാവർ ദർസരെ 2 മുത്തഅല്ലിമീങ്ങ വന്നാറ്. ആ മുത്തഅല്ലിമീങ്ങ കൂട്ടത്തിൽ ഒരു സയ്യിദ്. അങ്ങനെ ഈ 2 മക്ക ഈ മുത്തഅല്ലിമീങ്ങ പോയാറ്. അസ്സലാമു ബായില്ല സയ്യിദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പിന്നെ ഒരു തങ്ങളല്ലാത്ത ഒരു മുത്തഅല്ലിം ചന്തൂല ഓ കണ്ണിയത്ത് ഉസ്താദ് പാപ്പ ഇത് തങ്ങളാണ് ചൊല്ലുമ്പോ തെച്ചവിടെ എഞ്ചിട്ട് കൈമുത്തിത്തുണ്ട്. നമുക്ക് ചരിത്ര വെടിപ്പാട്ട് അങ്ങനെ ഉൽക പ്രവേശന കൊടുത്തിട്ടു. അങ്കതാ പലക്കവർ ചാൻസ് കൊടുത്തിട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അൽഹിഖ്നി ബിസ്സാലിഹീൻ, റബ്ബേ ഞങ്ങളെ സ്വാലിഹീങ്ങളൊട്ട് കൂട്ടണു, ഞങ്ങളെ നല്ല ആൽമാരൊട്ട് കൂട്ടണു, ദുനിയാവിലും കൂട്ടണു ആഖിറത്തിലും കൂട്ടണു. നിങ്ങക്ക് ഗൊന്തില്ലേ ഞങ്ങളെല്ലാരും മരിച്ചിട്ട് ഖബറുൽക കടന്തൽ പിന്നെ ചൊമ്മ വർഷ ഖബറുൽക കടന്തൽ പിന്നെ ഞങ്ങൾക്ക് നെനപ്പായോണ്ടുണ്ടു. വലിയ പ്രഗൽഭ വാഗ്മിയല്ലേ, വലിയ ആലിമല്ലേ, ചെറിയ ഉസ്താദര ശിഷ്യനല്ലേ. ഇണ്ടും ഫംഗ്ഷനിന്ത് നാളെയും വാഴതുണ്ട്, നാലക്കലും വാഴതുണ്ട്. ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ ഉസ്താദ് ഇന്നലെ വയല് കഴിഞ്ഞിട്ട് ദൂരെ വന്നു. വയല് കഴിഞ്ഞിട്ട് ജാവു 4 ഗಂಟೆ ഔത്തെത്തിത്ത് നിസ്കരിച്ചിട്ടാൽ പിന്നെ തെള്ളി നെഞ്ചു നൊമ്പല ചെന്നിട്ട് അവിടെ കിടന്നിട്ട് അതാ ആട്ടു സംബന്ധമായ രോഗത്തിൽ ബഹുമാനപ്പെട്ട മസൂദ് സഖാഫി ഉസ്താദ് ഈ ശഅബാൻ തിങ്കളിൽ മരണപ്പെട്ടു പോയിട്ട് കഴിഞ്ഞ റബീർ അതേ ശഅബാൻ പോണഞ്ഞ് 2 ബറാത്ത് ജാവറുണ്ട്. അതാ ഈ വർഷത്തെ എല്ലാം ഓവര് വെച്ച് കൊടുക്കുന്ന ടൈമല്ലേ ജാവല്ലേ. മസൂദ് സഖാഫി ഉസ്താദര മരണാണ്ട് എഴുതിട്ടിൻ തിണ്ടത്തെ മരണാണ്ട് വലിയൊരു വായുതല്ലേ. റഹ്മാനായ റബ്ബേ ഈ കൂടിയ മുത്തഅല്ലിമീങ്ങളെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് സയ്യിദ് സാദാത്ത് തങ്ങൾ പാപ്പട ബർക്കത്ത് കൊണ്ട് മസ്ഊദ് സഖാഫി ഉസ്താദ് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നീ നരകം ഹറാമാക്കണേ അല്ലാ. അങ്ങനെ ഖബറുൽ നിങ്ങൾ കിടന്നിട്ട് നാലക്കലി ആഖിറത്ത് നിങ്ങൾ പോകില്ലേ മുഅ്മിനേ. സൗദിക്ക് പോയവണു അല്ലെങ്കിൽ ദുബായിക്ക് പോയവണു, ഫസ്റ്റ് കൊർത്ത UAE പോയോ ദുബായിക്ക് പോയവണു. അവനവിടെ ദുബായിയുടെ എയർപോർട്ട് ഇഞ്ഞ സാത്ത് അവന് ഏതോ ഒരു ലോകത്തിലുള്ളാണ്ട് പേരിക്കണം. അവനക്ക് ഗൊന്തില്ല എവിടെ റൂമും എവിടെ ഓഫീസ് എന്തുകൊണ്ട് ഗൊന്തില്ല. ആരെങ്കിലും ചങ്ങായിമാർ കാരെടുത്ത് വന്നെങ്കിൽ അവന് കുട്ടി കൊണ്ടുപോണ്ട. നാലക്കലി കബുറ എനിക്കുമ്പോ ഞങ്ങക്ക് എവിടെണ്ട് ഗൊന്തില്ല. ചിലപ്പോ അബ്ബാ ഗൾഫിൽ കിടന്നിട്ടിക്കു കബറ്, മോണു ചിലപ്പോ കാർക്കളത്തിൽ കിടന്നിട്ടിക്കു. എവിടെണ്ട് ഗൊന്തില്ലല്ലേ. കബറല്ല എഞ്ചൽ പിന്നെ ആഖിറത്ത് നമുക്ക് പോണുകൊണ്ട് ഉമ്മ ഈ പ്രസംഗിക്കട നക്കും പോണുകൊണ്ടു, നിങ്കും പോണുകൊണ്ടു, എല്ലാവർക്കും പോണുകൊണ്ടു. ഹിസാബ് ആക്കിടയ്ക്ക് മുന്നോലു, ഹിസാബ് എടുക്കിടയ്ക്ക് മുന്നോലു 50,000 വർഷം അങ്ങ് ആഖിറത്തിൽ നിക്കൊണ്ടു. ആ 50,000 വർഷം ആഖിറത്തിൽ നിൽക്കുമ്പോ ഒരു ചാണ് കതിർ സൂര്യ
അതാ ഒരു അർണൂല് പോലും നിങ്ങളെ ശരീരത്തിലേക്കില്ല, ചെറുപ്പിക്കില്ല, ഷർട്ടിക്കില്ല, തുണിക്കില്ല, നഗ്നമായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭ. സുബ്ഹാന ജല്ല ജലാലുഹു. നിങ്ങൊന്ന് ഓർത്തു നോക്കുറുള്ള ഉമ്മ, ചിലപ്പോ നിന്റെ മോള് നിന്റെ എതിർലിക്കുവാല്, നിന്റെ മാപ്പല ബലത്തെ ഭാഗത്തിക്കുക, നിന്റെ മോണ് ഇടത്തെ ഭാഗത്തിക്കുക, നിന്റെ മർമോണ് പെറവുത്തിക്കുക. നിക്കത് ഗൊന്താവുള്ള ആഖിറത്തില് നഫ്സി 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 നഫ്സിയാ യൗമ യദൂ ആദമു വഅംബിയാ. എല്ലാ അമ്പിയാക്കന്മാരും സ്വന്തം ശരീരത്തെ ചിന്തിക്കുന്ന സന്ദർഭ. ആ ടൈമുലു ഞാൻ എന്തിനത് ചൊന്തുകൊണ്ടുണ്ട ഉമ്മ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ ഒരു ആയത്തില്ലേ ഞങ്ങൾ സാധാരണ ഓതുന്നത്, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഓ തമ്മാടികളെ, ഓ ബെടക്ക് പ്രവർത്തിച്ചാൽമാരെ, നിങ്ങ ഊട വേർപ്പെടുറൂ, നിങ്ങ വേർതിരൂ. അങ്ങനെ ചെന്നെങ്കിൽ സ്വാലിഹീങ്ങളായ തങ്ങന്മാർ, ഔലിയാക്കന്മാർ ആ പാരത്രിക ലോകത്ത് വിശേഷമായ അല്ലാഹുവിന്റെ തണല് എയർ കണ്ടീഷൻ റൂമിൽ ഇങ്ങനെ നിൽക്കുമ്പോ അത് 7 വിഭാഗ ആൾമാർക്ക് അർസര തണലിട്ട് കൊടുക്കൂ. ഞാൻ അದ್ರ ಬಗ್ಗೆ ഒന്നും വ്യാഖ്യാനാക്കല്ല. എല്ലാവർക്കും ഒരുപോലെ പേരിക്കണ്ട ആഖിറത്തില്. ഞങ്ങളെ വലിയ വലിയ മഹാന്മാർ അങ്ങ് നല്ല AC നല്ല എയർ കണ്ടീഷനിൽ നിൽക്കുമ്പോ ഈ തമ്മാടിങ്ങ മെല്ലെ പോയിട്ട് വറസുവാറുള്ള ഇങ്ങനെ 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 നന്റെ തെല്ല് നന്റെ തെല്ല് 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 ഞാൻ ദുനിയാവിൽ അങ്ങനെ ആക്കിയ സമയമേ തെല്ല് നന്റെ രക്ഷപ്പെടുത്തു, തെല്ല് രക്ഷപ്പെടും, മുട്ട മുട്ടാവാറ്. അപ്പൊ അല്ലാഹുവിന്റെ ഓർഡർ, വംതസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഓ മുജ്രിമീങ്ങളെ, ഓ തമ്മാടികളെ, വേർപെട്ട് നിൽക്കൂ. കൂടെ നിങ്ങൾ ദുനിയാവിൽ നിങ്ങൾക്ക് തങ്ങ വേണ്ടല്ലേ, ദുനിയാവിൽ ആലിമീങ്ങ വേണ്ട, നിക്ക് ദുനിയാവിൽ ദർസ് വേണ്ട, മുത്തഅല്ലിമീങ്ങ വേണ്ട. ആരെങ്കിലും എവിടെങ്കിലും ദർസ് നടത്തണമെങ്കിൽ അതിന് ഗീബത്ത് ചൊല്ലും, ആക്ഷേപിക്കും. നീനുള്ള നിക്ക് ഇപ്പമാ തങ്ങന്മാർ, ഇപ്പമാ ഔലിയാക്കന്മാർ, ഇപ്പമാ ആലിമീങ്ങ. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അപ്പായിട്ട് റബ്ബുടെ ഓർഡർ, ലിമനിൽ മുൽക്കു ലിമനിൽ മുൽക്കുൽ യൗം. ഈ 4 ആറുകായിട്ട് ഊട രാജാധികാര, ഊട ഭരണാറുക ഖുർആനിലുണ്ട്. ലിമനിൽ മുൽക്കുൽ യൗം. എല്ലാവരും നിശബ്ദരായിട്ട് നിൽക്കുമ്പോ, എല്ലാ അമ്പിയാക്കന്മാരും നിശബ്ദരായിട്ട് നിൽക്കുമ്പോ, എല്ലാ ഔലിയാക്കന്മാരും നിശബ്ദരായിട്ട് നിൽക്കുമ്പോ, ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഖിയാമത്ത് നാൾ തോലുവണ്ട് എല്ലാൽമാരും പാരത്രിക ലോകത്ത് ഒരുമിച്ച് കൂടിയാറ്. ഒരു ശബ്ദം അവിടെയില്ല, ഒരു സൗണ്ടും അവിടെയില്ല. റബ്ബുടെ പലക്ക് കേക്കട്, ലിമനിൽ മുൽക്കുൽ യൗം. ഊട ആറുള്ള 6 ദുനിയാവിൽ നാൻ തരക്കേടില്ല ചൊന്നാലില്ലേ, നക്ക് തീറ്, നക്ക് രാജകീയ ഉണ്ടു, നക്ക് ഭരണം ഉണ്ടുണ്ട് ചൊന്നാൽമാർ. ഊട 6 അധികാരം ഉണ്ടു. ഖുർആൻ ചൊല്ലുടു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഖഹാറായ വാഹിദായ അല്ലാഹു മാത്രായിട്ട് കെട് ഊട ഭരണ കേട്ടോ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഒരു 4 കളി സ്വാലിഹീങ്ങളൊട്ടിയെ നമുക്ക് കൂടണ. ഞങ്ങൾ തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സഹായിക്കണു, അതുക്ക് വേണ്ടി പ്രവർത്തിക്കണു, അതുക്ക് വേണ്ടിട്ട് സേവയാക്കണു. ഇൻഷാ അല്ലാഹ് നാളെ ബംഗ്ലഗുഡ്ഡയുടെ മുത്തഅല്ലിമീങ്ങ റജ ശഅബാൻ റജായിട്ട് റമളാൻ റജായിട്ട് നാളെ പോണ്ടാറ്. ഇനിയും പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞാൽ പിന്നെ നല്ല ഒന്നും കൂടി നിങ്ങൾക്ക് ഉഷാറാക്കണു. ഞങ്ങളെ ദർസ് ഉഷാറാവണു, ഞങ്ങളെ മക്ക ഉഷാറാവണു. ആ ഉഷാറാവുമ്പോ
വെറും സാദാത്ത് തങ്ങൾ ഉപ്പാപ്പ മാത്രം ചെങ്ങിമയ്യാവല, കില്ലൂർ സൈദി ഉസ്താദ് മാത്രം പ്രവർത്തിച്ചെങ്ങിമയ്യാവല, ഊട്ട ഉസ്താദന്മാർ മാത്രം പ്രവർത്തിച്ചെങ്ങിമയ്യാവല. റായത്തങ്ങ നിങ്ങളൊരു ഭാഗ്യല്ലേ ഇത്, നിങ്ങളൊരു നിഅമത്തല്ലേ ഇത്, റായത്തൊരു ബെൽക്കറല്ലേ ഇത്. ഈ മുതഅല്ലിമീങ്ങ സുബ്ഹി നിസ്കരിച്ചിട്ട് യാസീൻ ഓതില്ലേ മോമിനേ? ഉമ്മ മഗ്രിബ് നിസ്കരിച്ചിട്ട് നിങ്ങൾക്ക് ദുആർക്കില്ലേ? ഈ മുതഅല്ലിമീങ്ങ ദുആർക്കാത്ത നാളുണ്ടാ? അല്ലാഹുമ്മ തുഇംനാ വഅത്ഇം മൻ തുഅബനാ വസ്കിനാ വസ്കി മൻ സഖാനാ മിൻ തുആമിൽ ജന്നതി വശറാബിയാ യാ റബ്ബൽ ആലമീൻ. ഈ ബംഗ്ലഗുഡ ദർസുൽ പഠിച്ച മുതഅല്ലിമീങ്ങ എത്ര ആൾമാർ വലിയ വലിയ ആലിമീങ്ങ ആയിട്ടുള്ളാർ. ഇനി കുറെ വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളെ മരിച്ചാൽ പിന്നെ ഈ ബംഗ്ലഗുഡ പഠിച്ച മുതഅല്ലിം ഈ കർണാടകത്തെ ഖാദിയാവും സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ വലിയ മുദരിസാവും സാധ്യത ഉണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അബൂബക്കർ മടൂർ റളിയല്ലാഹു അൻഹു, ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് തവല്ലല്ലാഹു ഉംറ, സയ്യിദുനാ നൂറുൽ ഉലമ ഉസ്താദ് നവറല്ലാഹു മർഖദഹു, ഇങ്ങല്ല പള്ളി ദർസിൽ പഠിച്ചാൽ മാറല്ലേ. അണ്ട് മുഹമ്മദ് അബൂബക്കർ മടൂർ പാപ്പു ചോറ് കൊടുത്ത പെണ്ണിങ്ങ രക്ഷപ്പെട്ടു പോയില്ലേ? NDAP ഉസ്താദ് ചോറ് കൊടുത്ത പെണ്ണിങ്ങ രക്ഷപ്പെട്ടു പോയില്ലേ? ഇന്ന് വലിയ സ്ഥാനത്തെത്തില്ലേ സുൽത്താനുൽ ഉലമ. അതുകൊണ്ട് ഈ മുതഅല്ലിമീങ്ങളെ ദർസുകളുടെ ഒരു ബർക്കത്ത്, ഇത് മദീനത്തെ പള്ളിയിൽ തുടങ്ങിയതല്ലേ ഈ ദർസ്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ യാരെ പ്രോത്സാഹന കൊടുക്കുറോ? ഇത് ബർക്കത്തുള്ള ദർസ്. ഇങ്ങനത്തെ വന്നു നിങ്ങൾ എവിടെ നോക്കി നിങ്ങൾ കാട്ടു സാധ്യല്ല ഇൽമുടെ ഫവറായിട്ട് കിടുക. സുബ്ഹാനല്ലാഹ്. ഉമ്മ നിങ്ങളെ മക്കളൊന്ന് ചിന്തിച്ചു നോക്കൂ. നണ്ട മോണോ സുബൈക്ക് നിസ്കരിക്കില്ല ഖളാ ആക്കടാ, ചാമന 12 ഗಂಟೆ ജാവു ബണ്ട. നേരെ മറിച്ച് തൈബ ഗാർഡനുള്ള മുതഅല്ലിമീങ്ങ അങ്ങ് നോക്കൂ, തഹജ്ജുദ് എനിക്കിടാറ്, അങ്ങ് ഖുർആൻ ഓതുറാറ്, അങ്ങ് ദിക്ർ ചൊല്ലാറ്, അങ്ങ് സ്കൂളിൽ പോണ്ടാറ്, അങ്ങ് കിതാബ് ഓതുറാറ്. എന്തൊരു ബറക്കത്തുള്ള ജീവിത. വിവിധ രാജ്യത്തെ ജില്ലയുടെ മക്കളുടെ കൂടെ ഉള്ള അങ്ങളെ ഉമ്മ ബഹു ടെൻഷൻ ഉണ്ടാ, അങ്ങളെ ഉമ്മ ബഹു ചാൻസ് ഇതുണ്ടാ, ബേജാറുണ്ടാ. നണ്ട മോണ്ട് അതാ ബംഗ്ല കുട്ടികൾ കടത്തിര നക്കൊരു ടെൻഷൻ ഇല്ല. മോണ്ട ബഗ്ഗെ ടെൻഷൻ ഇല്ല, മോളുടെ ബഗ്ഗെ ടെൻഷൻ ഇല്ല. കാരണം ഈ ക്യാമ്പസ് ഉൾഗ അള്ളാഹു പുറത്ത് ഉള്ളത് മാത്രമേ പഠിപ്പാട്ടുറോ, അത് മാത്രം ഇവിടെ നല്ല ജീവിത ശൈലി പഠിപ്പാട്ടുറോ. അത് ഉമ്മ അബ്ബമാറ ഭാഗ്യല്ലേ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ റാഹത്തുള്ള ജീവിതമാക്കണേ അല്ലാ. ഇന്റാനാലെ ഞങ്ങൾ മരിച്ചു പോണ്ടെങ്കല്ലേ ആ മരണത്തിന് മുന്നലായിട്ട് ഞങ്ങൾക്ക് അവിടെ എല്ലാം നല്ല അമല് ഞങ്ങൾ ആക്കണു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ യാറൊന്നും ഫൽക്ക പറയില്ല. അൽഹംദുലില്ലാ കറക്റ്റ് 1 ಗಂಟೆ ನನಗೆ ಟೈಮ್ ತಂದ್ರೆ ಸ್ಕಿಲ್ಲು ಸೇದು ಉಸ್ತಾದ್ 8 ಗಂಟೆ തുടങ്ങിയ കറക്റ്റ് 9 ಗಂಟೆಗೆ ನಾನು ನಿಪ್ಪಾಟಿಯುಂಟುಳ್ಳೆ. അൽഹംദുലില്ലാ വലിയ സന്തോഷോട് ബഹുമാനപ്പെട്ട സാദാ തങ്ങളും പാപ്പ നിങ്ങൾക്ക് നല്ല നസീയത്ത് ചൊല്ലു. അൽഹംദുലില്ലാ നല്ല കേക്ക് നല്ല ടേസ്റ്റുള്ള വയലായിട്ട് ഇവിടെ തങ്ങളും പാപ്പ. അൽഹംദുലില്ലാ നിങ്ങൾക്ക് നേതൃത്വം അല്ലാഹു തആല ആരോഗ്യ ആഫിയത്ത് ദീർഘായുസ് അല്ലാഹു തരട്ടെ. ഞാൻ ബഹ്റൈനിൽ പോയപ്പോൾ അവിടെ ഒരു ബാലക്കാര കാറിൽ ഇങ്ങനെ ഒട്ടിക്ക് പോകുമ്പോൾ അവന്റെ പേര് നാ നെനപ്പാക്കട അബ്ദുസ്സമദ്, ഉജിരബെട്ട് അബ്ദുസ്സമദ്. അങ്ങ് ഞാൻ ഉംറത്തുക്ക് പോയാൽ അയാളെ പെഞ്ഞി അള്ളാഹു ആഫിയത്ത് ആരോഗ്യ കൊടുക്കട്ടെ, ഉംറ അല്ലാഹു കബൂലാക്കട്ടെ. ഇങ്ങനെ കാറിൽ ഒട്ടിക്ക് പോകുമ്പോൾ സാധാ തങ്ങളെ വിഷയായിട്ട് ചൊല്ല് ഞങ്ങളെ ഔത്തുലു, ഞങ്ങളെ ബാപ്പ, ഞങ്ങളെ കുടുംബ എന്തിനെങ്കിലും സാധാ തങ്ങളെ ഉപ്പാപ്പ ബുട്ടിട്ടായിട്ട് ബാക്കിയല്ല ഉപ്പാപ്പരെ തങ്ങളെ ഡേറ്റും നല്ല കാര്യക്രമമായി എന്തിനും തങ്ങളില്ലാത്തവർ സൊറയില്ല. അബ്ദുസ്സമദ് ഉജിരബെട്ടു. അൽഹംദുലില്ലാ അങ്ങനെ ചൊമ്മാൽമാരനുഭവം അള്ളാഹു ബഹുമാനപ്പെട്ട തങ്ങ് അള്ളാഹു ആഫിയത്ത് ആരോഗ്യ ദീർഘായുസ് അള്ളാഹു കൊടുക്കട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ദ്വാർക്കട അൽഹംദുലില്ലാ കില്ലൂർ ഷരീഫ് സൈദി ഉസ്താദ് ഞങ്ങളെ വലിയ സ്നേഹിക്കിടാൾ നാണ് അപ്പുറം സ്നേഹിക്കിടാൾ. അൽഹംദുലില്ലാ അള്ളാഹു അയാൾക്ക് നല്ല ഹിമ്മത്തും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും അള്ളാഹു ഉസ്താദ് ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മല്ലൂരിൽ നാനും ഒരു ചെറിയ അസാസ് എഡ്യൂക്കേഷണൽ സെന്റർ ചൊല്ലുന്ന സ്ഥാപനം തുടങ്ങിയ അപ്പൊ അത് ചെറിയ സ്ഥാപനം, ഇത്ര വലിയതൊന്നില്ല. എല്ലാവരും അതിക്ക് വേണ്ടി ദ്വാരക്കണം. അവിടെ പഠിച്ചവർ മുത്താലിം കൂടെ പഠിച്ചോണ്ടുള്ള ഏതായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദ്വാരക്ക ചെന്നോണ്ടുള്ള എല്ലാ ദീനീ സംരംഭ അല്ലാഹു തആല
ബർക്കത്താകട്ടെ. എല്ലാ യശസ്വിയും അല്ലാഹു തആല എത്തുപാട്ടിട്ട് മാത്രം ഈ സന്ദർഭത്തിൽ ചൊന്നിട്ടു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതേപോലെ ഞാൻ ബാലപ്പുണി അനസ് ഹാഫിള് അനസ് ഞാൻ മരിച്ചതാണ്. ഇല്ലന്ത് നല്ലൊരു ഹാഫിളും നല്ലൊരു തഖ്വത്ത ആളായിട്ടേക്കിട്. അൽഹംദുലില്ലാഹ് എല്ലാ ആലിമീങ്ങൾ തങ്ങന്മാരെ അയാൾക്ക് ദ്വാരനാറ്. അല്ലാഹുവേ ബാലപ്പുനി ഹാഫിള് അനസ്സുക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. സുഖലോക സ്വർഗ്ഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.